കൺവെൻഷൻ ഗീതങ്ങളിൽ 16-ാമത്തെ ഗീതം, സോങ് നമ്പർ 16. കൺവെൻഷൻ ഗീതങ്ങളിൽ 64-ാമത്തെ ഗീതം, സോങ് നമ്പർ 64.
സംവായന മിസസ് പ്രീത എബ്രഹാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 2, 18 മുതൽ 25 വരെ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഇവിടെ ഭാഗം അവസാനിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. Man shall not live by bread alone, but by every word that comes from the mouth of the God. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹമുള്ള KC ജോർജ് അച്ഛൻ, ഇന്ന് നമുക്ക് വചനം പങ്കുവയ്ക്കുവാനായിട്ട് വന്ന ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ, ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഇടവക അംഗങ്ങൾ, മറ്റ് ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്സല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം. നമ്മുടെ ഇടവകയുടെ ഗോൾഡൻ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് നാം നടത്തുന്ന ധ്യാനയോഗത്തിൻ്റെ 3-ാമത്തെ യോഗത്തിലേക്കാണ് നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലം ദൈവം അതിശയകരമായിട്ട് നമ്മെയും നമ്മുടെ ഇടവകയും നടത്തി. ഒരു ചെറിയ കൂട്ടമായിട്ട് ഈ ദേശത്തിൽ വന്ന് വളർന്ന് പന്തലിക്കുവാൻ, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാനായിട്ട് ദൈവം നൽകിയ അനവരതമായിട്ടുള്ള അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. ഓരോ കൂടിവരവും അത് ദൈവനാമഹത്വത്തിനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വർഷങ്ങളിലും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ പ്രദേശത്ത് നിൽപ്പാൻ ദൈവം നമ്മുടെ ഇടവകയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു ധ്യാനയോഗത്തിനാണ് നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ധ്യാനയോഗത്തിൻ്റെ പ്രസക്തി എന്താണ്? Why is devotion or devotional meeting necessary? നമുക്കറിയാം, വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മധ്യേ നമ്മെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത്. ഓരോ ധ്യാനയോഗത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വചനം ദൈവം തമ്പുരാൻ നൽകുന്നു. ശരീരത്തിന് ആഹാരം എങ്ങനെയാണ് ആവശ്യം, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് വചനം വളരെ ആവശ്യമാണ്.
നമ്മുടെ ആത്മാവിനെ വചനം കൊണ്ട് നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മീകമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ബലപ്പെടുത്തുവാനായിട്ടുള്ള അവസരമാണ് ഓരോ ധ്യാന യോഗവും. അതിനായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ യോഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ടു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ഗോഡ്, ദൈവത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഓരോ ധ്യാനയോഗം. വളരെ തിരക്കേറിയ ജീവിത അനുഭവത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒത്തിരി ഡിസ്ട്രാക്ഷൻസൊക്കെ നമ്മുടെ മുൻപിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എത്ര തിരക്ക് പിടിച്ച് നാം യാത്ര ചെയ്താലും, എത്ര ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഒരു കാര്യം നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടത്, ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ സത്യം നമ്മൾ എല്ലായ്പ്പോഴും തിരിച്ച് അറിയേണ്ടത് വളരെയേറെ ആവശ്യമാണ്. Our lives are not about routine. ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവും എന്ന് നാം ചിന്തിക്കാതെ, അതിനെല്ലാം ഉപരിയായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ ഒന്ന് സ്ഥിരതയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഈ ഓരോ ധ്യാനയോഗത്തിലൂടെയൊക്കെ നമ്മെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ യോഗങ്ങളിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഓരോ യോഗങ്ങളും. ഓരോ വചനം കേൾക്കുന്ന സമയത്ത് അത് നമ്മളെ സ്പർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇറ്റ് ഗിവ്സ് എ സ്ട്രെങ്ത് ആൻഡ് കംഫർട്ട് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. നാം പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ ബലപ്പെടുത്തുന്നു. പ്രത്യാശയുടെ വചനത്തിലൂടെ, സമാധാനത്തിൻ്റെ വചനത്തിലൂടെ, ആശ്വസിപ്പിക്കുന്ന വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാറ്റിനുപരിയായിട്ട് നല്ല ദൈവികമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടുള്ള നല്ല മാർഗങ്ങളാണ് ഓരോ ധ്യാനയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, നമ്മളെങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിക്കണം, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ധ്യാനയോഗത്തിലൂടെ ലഭിക്കുന്ന വചനങ്ങളാണ്. എല്ലാറ്റിനുപരിയായിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനായിട്ട് ഓരോ ധ്യാനയോഗവും നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഗോൾഡൻ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് നാം നടത്തിയ ഈ ധ്യാനയോഗങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ കുറച്ചുകൂടെ ആഴമായിട്ട് വേറൂന്നി നിൽപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ തീം തന്നെ അതാണല്ലോ, എംബ്രേസിങ് ക്രൈസ്റ്റ് ട്രാൻസ്ഫോമിങ് ലൈഫ്സ്. ക്രിസ്തുവിനെ ചോർത്ത് പിടിക്കുക, അതോടൊപ്പം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുകയല്ല, പിന്നെയോ മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമ്മെ കൊണ്ട് സാധ്യമായി തീരണം. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന് നമുക്ക് വചനം പങ്കുവയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ധ്യാനിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയാം, അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന അച്ഛൻ എന്ന് പറയാം, പ്രിയപ്പെട്ട ജോസഫ് പുത്തംപുരയ്ക്കൽ അച്ഛൻ. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാകും. കാരണം എത്ര വാക്കുകൊണ്ട് പറഞ്ഞാലും ഒരിക്കലും അച്ഛനെ വിശേഷിപ്പിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവികമായിട്ടുള്ള കഴിവുകൾ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വരദാനം നൽകിയിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ കപ്പൂഷ്യൻ പുരോഹിതനാണ്, നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, നല്ലൊരു കൗൺസിലറാണ്, ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പ്രൊഫസറാണ്, അതിനെല്ലാം ഉപരിയായിട്ട് നല്ലൊരു നടൻ കൂടിയാണ്. ഈ ഒരു അച്ഛനെ നമുക്ക് ലഭിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജോസ് സാമുവൽ സാറിലൂടെയാണ് നമുക്ക് പ്രിയപ്പെട്ട അച്ഛനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും 1-2 പ്രാവശ്യം ഓർപ്പിച്ചു, അച്ഛൻ വരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ഒരു ഭയങ്കര ശക്തമേറിയ ഒരു ഡയലോഗാണ്, കുടുംബം ഇൻപമുള്ളത് കുടുംബവും, കൂടാത്തപ്പോൾ അത് ഭൂകമ്പവും ആയി മാറും. വളരെ പഞ്ചുള്ള ഒരു ഡയലോഗാണ് പ്രിയപ്പെട്ട അച്ഛൻ്റേത്. അച്ഛന് തത്വശാസ്ത്രവും അതുപോലെ തന്നെ നിയമത്തിലും പഠിത്തമെല്ലാം പൂർത്തീകരിച്ച് 1980 കപ്യൂഷ്യൻ ഓർഡർ അതിൽ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം കോട്ടയം കാരിത്താസ് കപ്പൂഷ്യൻ വിദ്യാഭവനിൽ പട്ടത്വ ശുശ്രൂഷയ്ക്ക് വേണ്ടി പഠിക്കുകയും 1993 ഡിസംബർ മാസം 26 സഭയുടെ പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ പ്രവേശിക്കുകയും ചെയ്തു.
ഒരു ധ്യാന ഗുരുവാണ് പ്രിയപ്പെട്ട അച്ഛൻ, ഒരു മെഡിറ്റേഷൻ ഗുരു. ഒത്തിരി പുസ്തകങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അച്ഛൻ എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളുടെ പേര് ഇപ്രകാരമാണ്: ജീവിതം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, എനിക്കും നിനക്കും, ജീവൻ സമൃദ്ധമാക്കാം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, പ്രാർത്ഥനയുടെ വീട്, കൂടെ നടക്കുന്ന ദൈവം. ഇതൊക്കെ അച്ഛൻ എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഇന്ന് നമുക്ക് ലഭിച്ചത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛനെ ജെറുസലേം മാർത്തോമാ ഇടവകയുടെ നാമത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട KC ജോർജ് അച്ഛൻ നമ്മുടെ ഇടവകം കൂടിയാണ്. എല്ലായ്പ്പോഴും നമ്മോടൊത്ത് എല്ലാ കാര്യങ്ങൾക്ക് അച്ഛൻ്റെ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും സന്തോഷത്തോടെ ഇന്നത്തെ ഈ ധ്യാനയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി സഹായിക്കുന്ന പ്രിയപ്പെട്ട കൊയർ അംഗങ്ങൾ, ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇടവകയിലെ അംഗങ്ങളും മറ്റിടവകയിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുമേ, നിങ്ങളെല്ലാവരെയും ഒറ്റനാമത്തിൽ ഇന്ന് ഈ ഒരു യോഗത്തിലേക്ക് സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരുത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ വചനം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നതും തുടർന്ന് പ്രിയപ്പെട്ട ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ നമുക്ക് വചനം പങ്കുവയ്ക്കുന്നതും ആയിരിക്കും. 54. ഗാനമായി
ഏറ്റവും ആദരണീയരായ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ദേവാലയം അതിൻ്റെ 50-ാം വാർഷികത്തിലൂടെ കടന്നു പോവുകയാണ്. സുവർണ ജൂബിലിയിലൂടെ കടന്നു പോകുന്ന വർഷം. ഇത് ആനന്ദിക്കുവാനുള്ള ഒരു വർഷമാണ്. പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്തതിൻ്റെ 50-ാം വാർഷികം. പാപമോചന കൂദാശ പരികർമ്മം ചെയ്തതിൻ്റെ 50-ാം വാർഷികം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് തുടങ്ങിയതിൻ്റെ 50-ാം വാർഷികം. ഏറ്റവും പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്ക് യാത്രയപ്പ് കൊടുത്തു തുടങ്ങിയതിൻ്റെ 50-ാം വാർഷികം. 50-ാം വാർഷികം നമ്മളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ അവസരമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ഒത്തുവരവുകൾ. ധ്യാനയോഗങ്ങളായി ഒത്തുവരുമ്പോൾ ആ ആനന്ദം, ആ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും ദുഃഖിക്കാനും അവസരമുണ്ട്. പലപ്പോഴും മനുഷ്യൻ ദുഃഖിക്കുന്ന കാര്യം ഏറ്റുപറയുകയും സന്തോഷകാര്യം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും ചെയ്യും. ജീവിതം 2 ആൽബങ്ങളാണ്. മിക്ക കുടുംബങ്ങളിലുമുണ്ട് 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, 2 സങ്കടത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബം ഹൗസ് വാമിങ്, വിവാഹം, അവാർഡ് കിട്ടി, കുഞ്ഞുങ്ങളുടെ ജ്ഞാനസ്നാനം, അങ്ങനെ പലതും സന്തോഷത്തിൻ്റെ ആൽബം. ദുഃഖത്തിൻ്റെ ആൽബം അപ്പൻ്റെ അമ്മയുടെ ശവമടക്ക്, അമ്മയുടെ അപ്പൻ്റെ ശവമടക്ക്, വണ്ടി അപകടത്തിൽ കൈയും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് കാഷ്വാലിറ്റി കിടന്ന ഫോട്ടോ, അത് ദുഃഖത്തിൻ്റെ ആൽബം. പലരും ഈ ദുഃഖത്തിൻ്റെ ആൽബത്തെ നോക്കും, സന്തോഷത്തിൻ്റെ ആൽബത്തെ നോക്കാറേയില്ല. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഈ 2 ആൽബങ്ങൾ നമ്മൾ നോക്കണം. 2 ആൽബങ്ങൾ. ചിലരൊന്നും ഈ ദുഃഖത്തിൽ മാത്രം ഇരിക്കുന്നവരാ. കുറേ നാളുകൾക്ക് മുമ്പ് 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ 10ൽ പഠിക്കുന്ന മോനെയും കൊണ്ട് എന്നെ കാണാൻ വേണ്ടി പള്ളിയിൽ വന്നു. ഈ സ്ത്രീ ആണെങ്കിൽ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന ഒരു സ്ത്രീ. ഈ മോനാണെങ്കിൽ മൊബൈൽ ഫോണിനോട് അമിതമായ അറ്റാച്ച്മെൻറ്റ്. ആ സ്ത്രീ പറഞ്ഞ അച്ഛാ, ഇവൻ 10ൽ പഠിക്കുക, അച്ഛൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം, ഇവൻ്റെ ഫോണിനോടുള്ള ആർത്തി ഒന്ന് മാറാനായിട്ട്. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. പോകുമ്പോൾ ഞാൻ ചോദിച്ചു, വേറെ എന്നാ ഉണ്ട് വിശേഷം? ആ സഹോദരി പറഞ്ഞു, എന്നാ പറയാനാ അച്ഛാ, കറുപ്പ് മോശം നിറവാണ്. നമ്മളെ കോഫി അന്നൻ കറമ്പനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കറമ്പനല്ലേ? അതെ. എൻ്റെ അച്ഛ, അവിടെ കറുപ്പൊരു മഹാഭാഗ്യം, എൻ്റെ കറുപ്പ് ഒരു വലിയ ശാപം. അതെന്താ? ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക, പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികൾ വിളിച്ചു കരിങ്കാക്ക, കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക, ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. ഈ വിളി കേട്ടു മടുത്തു. എമ്മടാ, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ 10ൽ തോറ്റു പോകും. ബരട്ടി കണ്ണുരുട്ടി. അമ്മനച്ച, ഇനി മേലിൽ എൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിക്കുകയില്ല. ഇത് തിരിച്ചു പോയി. 6 മാസം കഴിഞ്ഞ് മധ്യവേനൽ അവധിയിൽ ഈ സ്ത്രീ മോനെ കൊണ്ട് വീണ്ടും വന്നു. മുഖം പൂർവാധികം വീർത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാണ് വിശേഷം? ഓ, എന്നാ പറയാനാച്ചാ, ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, കെട്ടിയവൻ പിന്നെയും കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കുക. ഞാൻ ചോദിച്ചു, അല്ല നീ പിന്നെയും നിൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ? എൻ്റെ അച്ഛ വിളിക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ അമ്മയുടെ സങ്കടം എന്നാ? അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. ഞാൻ ചിത്തേ, കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ എന്നാ സങ്കടം? സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ, പിന്നെ കാക്കയെന്നൊന്നും വിളിക്കണ്ട, പിന്നെ എപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോൾ ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. ജീവിതം ഇങ്ങനെ, കുടുംബം ഇങ്ങനെ പോകും. ചിലപ്പം കെട്ടിയവൻ ഇങ്ങനെ കാണിക്കും, അപ്പം തളരരുത്. ഭാര്യ ഇങ്ങനെ കാണിക്കും, വാടരുത്. മക്കൾ ഇങ്ങനെ കാണിക്കും, തളരരുത്. അങ്ങനെ തളരാതിരിക്കാൻ ഈ സുവർണജീവിത പക്ഷത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ വീടുകളിലേക്ക് ശ്രദ്ധിക്കാം. പാഠവായനയിൽ നമ്മൾ കേട്ടു, ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, പക്ഷെ ഒന്ന് മാത്രം നന്നല്ല. എന്താണ്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അന്ന് വരെ സൃഷ്ടിച്ച ഓരോ ജീവിയെയും അവന് തമ്മിൽ കൊണ്ടുവന്നു ചേരുവോ എന്ന് നോക്കാൻ വേണ്ടി. ഇടതുവശത്ത് ആദം, വലതുവശത്ത് എരുമ, ചേരിയല. പുറകിൽ ആദം, മുമ്പിൽ പിടിയാന, ചേരിയല. ഒരു വശത്ത് ആദം, മറുവശത്ത് വെച്ചു പശുവിനെ നോക്കി, ഒട്ടും ചേരിയല. തമ്പുരാന് പിടികിട്ടി. തേങ്ങാമുറിയും
അടക്കാൻ മുറിയും ചേരുകയില്ല. പക്ഷേ ജോണും ലിസിയും ശരിക്കും ചേരും. ദൈവം എന്ത് ചെയ്തു? പുരുഷനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ, പിന്നെ കാണുകയില്ല. അങ്ങനെ ചുരുക്കമുള്ള ഒരു വാക്കാണ് ഗാഠനിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലം ഏതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ ലഭിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ ഉറങ്ങ്, മനസ്സമാധാനത്തോടെയുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം. ഒരെണ്ണം വരുന്നുണ്ട് നിന്റെ ഉറക്കം കെടുത്താൻ. അവൻ്റെ വാരിയിൽ ഒഴിച്ചിട്ട് പോലും അവൻ അറിഞ്ഞില്ല, അവൻ കൂർക്കം വെച്ച് കിടന്നുറങ്ങി എന്നാണ് പറയുക. അവളെ കണ്ടപ്പോൾ സംസാരം എന്തെല്ലാം ഐറ്റങ്ങളാ. സ്ത്രീ ഉണ്ടായപ്പോൾ 5 ഐറ്റങ്ങളും ലോകത്ത് ഒരുമിച്ചുണ്ടായി. ചിരി, കരച്ചിൽ, നിലവിളി, നെഞ്ചത്തടി, ഏങ്ങലടി, ഇതെല്ലാം ഉണ്ടായത് സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. സംസാരം ആരംഭിച്ചതിന് സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസയിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് പുരുഷൻ നോക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം, അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന്. മലയാള ഭാഷാപ്രേമികൾ പറയും പർദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടി എഴുന്നേറ്റ് ആപം നോക്കുമ്പോൾ പനകല പോലത്തെ മുടി, പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തണുപ്പ് മന്ദം വന്ന് നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി, സംസാരം ആരംഭിച്ചു. ഇപ്പം ലോകത്ത് ചിരി വർത്തമാനം. ഞാൻ അച്ഛനാണ്, ഇപ്പം കോടതിയിൽ പോകുന്ന വക്കീലുമാണ്, കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പം ഈ കോടതിയിൽ പല കേസും വരും ദമ്പതികളുടെ. വരുമ്പം അടിസ്ഥാന പ്രശ്നം ആണുങ്ങൾക്ക് ഭാര്യയോട് മിണ്ടാൻ സമയമില്ല. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസ് വരുന്നത് ഏറ്റുമാനിലൊക്കെ IT വേൾഡിൽ നിന്നാണ്. കാരണം ജോലി തിരക്കുള്ള ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല. പഠിത്തമെടുത്ത ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല. ഇപ്പം വർത്തമാനം പറയല്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു 15 മിനിറ്റ് ഒരു മാസം അടുത്തിരുന്ന് മിണ്ടാൻ പറയുമ്പോൾ പല പ്രശ്നവും തീരുന്നതായിട്ട് കാണാം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്കിങ്ങനെ ഭർത്താവിനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാനകത്തുനിന്ന്. അതെന്നാടിന്ന് ചോദിച്ചു. ആദ്യ രാത്രിയിൽ ചൂടടിച്ച് മുട്ടി ഉരുമി പുതപ്പിൻ്റെ കീഴേ കിടന്ന് കൊച്ചു വർത്താനം വരാമെന്ന് ഓർത്ത് കിടന്നപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നെ അച്ഛാ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ എന്നെ കെട്ടിക്കുള്ളൂ? ഞാൻ കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛാ, വിവാഹത്തിനൊരുക്കിയ ധ്യാനഗുരു പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഇപ്പം ഇവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഷയം എടുത്തിട്ടതാ. ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. ഇപ്പം കുടുംബം സംസാരത്തിൽ, സ്നേഹത്തിൽ, ഒത്തൊരുമിപ്പിൽ ഒരുമിച്ചിരുന്ന് പങ്കുവെക്കുന്ന ഒന്നായിട്ട് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു, കുടുംബ ബന്ധങ്ങളെയും സ്ഥാപിച്ചു. അങ്ങനെയുള്ള കുടുംബം ഈ ഭൂമിയിൽ ഒരു സ്വർഗത്തിൻ്റെ പതിപ്പായി ജീവിക്കണം. ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ടാണ്. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുകൾ, ഒന്ന് കോൺട്രാക്റ്റ്, 2 കവനൻ. കോൺട്രാക്റ്റ് മനുഷ്യനും കൂടി, കവനൻ മനുഷ്യനും ദൈവവും കൂടി. ഇതാണ് വ്യത്യാസം. നരേന്ദ്രമോദിക്ക് ട്രംപുമായി കോൺട്രാക്റ്റ്, മോശയ്ക്ക് ദൈവവുമായി കവനൻ. നരേന്ദ്രമോദി ആദ്യം ട്രംപിനെ കാണാൻ വേണ്ടി വാഷിംഗ്ടൺ DC വന്നപ്പോൾ അവിടുത്തെ പള്ളിയിൽ എന്നെ ധ്യാനം നടക്കുന്നു. ആൾക്കാർ പ്രാർത്ഥിക്കുന്നു കേട്ടു, ദൈവമായ കർത്താവേ, ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും മോദിയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണേ. അതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അപ്പം മോഡിയും ട്രംപും തമ്മിൽ കോൺട്രാക്റ്റാണ്, മോശയും ദൈവം തമ്മിൽ കവനൻ്റാണ്. കോൺട്രാക്റ്റ് നിശ്ചിത വർഷത്തേക്ക്, കവനൻ മരണത്തിന് അപ്പുറത്തേക്ക്. ഹിന്ദുക്കളുടെ കല്യാണം 1847 ഇന്ത്യൻ ഹിന്ദു മാര്യേജ് ആക്ട്, അത് കോൺട്രാക്റ്റാണ്. മുസൽമാൻ്റെ കല്യാണം ശരിയത്ത് ഇരിക്കുന്ന പ്രകാരം അത് കോൺട്രാക്റ്റാണ്. പക്ഷെ നിങ്ങളുടെ കല്യാണം, ക്രൈസ്തവൻ്റെ കല്യാണം കവനൻ്റാണ്. നമുക്ക് സമയപരിധിയില്ല. അമേരിക്കയുടെ വെടിയുണ്ട 5 വർഷം ഇറക്കാമെന്ന് ഇന്ത്യയുമായി കോൺട്രാക്റ്റ്. 5 വർഷം കഴിഞ്ഞോ പിന്നെ വെടിയുണ്ട ഇറക്കണ്ട. ഇന്ത്യയുടെ ഏലക്ക 5 വർഷം എടുത്തോളാമെന്ന് ഫ്രാൻസുമായി കോൺട്രാക്റ്റ്. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസ് ഈ ഏലക്ക എടുക്കേണ്ട ജീവിതത്തിൽ. അപ്പം കോൺട്രാക്റ്റിന് കാലപരിധിയുണ്ട്. നമുക്കോ ഒരു പരിധിയില്ല. കാരണം മത്തായി 19:6
ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ, ഇട്ടിട്ട് പോകാൻ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അവസാനം വരെ ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും കണ്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ച ഭാര്യ സ്വന്തം മോക്ക് ഒരു ആലോചന വരുമ്പോൾ, കല്യാണ ആലോചന വരുമ്പോൾ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ഫോട്ടോ ഭർത്താവിൻ്റെ കല്ലറയിൽ വെച്ചിട്ട്, ഇവനാ നമ്മുടെ മോളെ കെട്ടാൻ പോകുന്നത്, ഇഷ്ടപ്പെട്ടോ? കല്ലറ കൊണ്ട് മൂടിയാലും മൂടാത്ത മുഖമുള്ളൊരു ഭർത്താവ് വിശ്രമിക്കുന്നു എന്ന ഉറപ്പ്. ഭാര്യ മരിച്ച ഭർത്താവ് ഒരു പുതിയ വീട് പണിയുമ്പോൾ ഭാര്യയുടെ കല്ലറയിൽ വീടിൻ്റെ ഫോട്ടോ വെച്ചിട്ട്, മോളെ ഇതാണ് പണിയാൻ പോകുന്ന വീട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് കവനൻ. മത്തായി 28:20. ലോകാവസാനം വരെ, യുഗാന്ത്യം വരെ കൂടെയുണ്ട്. അങ്ങനെ ദൈവം ചേർത്ത് വെച്ച ഒരു ഉടമ്പടിയായിട്ട് ദൈവം ചേർത്ത് വെച്ചു. ഇന്ന് നമുക്കറിയാം ഈ ഉടമ്പടിയൊക്കെ തകരുന്നതിന് കാരണമാണ് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചത്. വർത്താനം പറയാനോ ഇരുന്ന് കേൾക്കാനോ ഭർത്താവിന് സമയമില്ല, ഭാര്യയ്ക്ക് സമയമില്ല, എല്ലാവരും ഓട്ടത്തോടോട്ടം. മനഃശാസ്ത്രം പറയുന്നത് പുരുഷൻ ഒരു ദിവസം 7000 വാക്കുകൾ പറയും, സ്ത്രീ ഒരു ദിവസം 14,000 വാക്ക് പറയും. അത് വാക്കെന്ന് പറഞ്ഞാൽ വർത്താനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാം കൂടി. ആണിന് 7,000, പെണ്ണിന് 14,000. അതുകൊണ്ടാണ് ഭർത്താവ് ഇവിടുന്ന് തമ്പാനൂർ വരെ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ അവൻ്റെ 6,500 വാക്കും തീർന്നുപോയി. വീട്ടിൽ വരുമ്പം 500 സ്റ്റോക്കുള്ളൂ. ഭാര്യ 14,000 കൊണ്ട് വരുമ്പം മിണ്ടാതിരിയെന്ന് പറയല്. മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവൾ 28,000 വാക്കുമായിട്ട് വരും. അവൾ ഡെയിലി ഒരു 15 മിനിറ്റ് വർത്താനം പറയണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറയടി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7,000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടി പെണ്ണുങ്ങൾ 14,000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000 ആയി. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞ് കണ്ടോ? അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ പിടി കിട്ടത്തുള്ളൂ. അപ്പം ദൈവം ചേർത്ത കുടുംബം, സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവം ചേർത്ത് വെച്ചൊരു കുടുംബം. ഇവിടെയാണ് വർത്തമാനം പറിച്ചതിൻ്റെ പ്രസക്തി. ഇന്ന് വിവാഹമോചനത്തിന് വേണ്ടി ഓടുന്നവരുടെ എണ്ണം കൂടുതലാണ്. എത്ര കേസുകളാണ് വരിക! തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് ഓടുന്നവൻ. ഒരുത്തൻ കുടുംബ കോടതിയെ സമീപിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു, 15 വർഷം. എത്ര മക്കൾ? 3 മക്കൾ. 3 മക്കളും 15 വർഷമായപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷത്തിനുള്ളിൽ ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? മൂടച്ചട്ടി, പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, ഫോർക്ക്, ഗ്ലാസ് എടുത്ത് വെളിക്കിട്ട് ഏറോട് ഏറ്. ജഡ്ജി പറഞ്ഞല്ലോ 15 വർഷം സഹിച്ചല്ലോ, ഇപ്പോൾ എന്താ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, അടുത്തിടെയായി അവൾക്ക് ഉന്നമായിട്ട് വരുന്നു. നേരെ കൊള്ളുകയല്ലായിരുന്നു, ഉന്നമായിട്ട് വരും. ജഡ്ജിക്ക് മുറിക്കാൻ മതി. ജഡ്ജി പറഞ്ഞു, 3 മക്കളല്ലേ, കൃത്യം 10 വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ്. വെട്ടി മുറിക്കാൻ പറ്റുമോ? അവൻ ദരിദ്രനാ. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 1 വർഷം കൂടെ തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിക്കൊണ്ട് പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവിച്ചതിൻ്റെ 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. അവൻ നോക്കിയിരുന്നു. 4-ാം പ്രസവത്തിൽ 4-ാമത്തെ കുഞ്ഞാകുമ്പം 2 എന്ന് പകുക്കാം. പക്ഷെ അവൻ്റെ ഗതികേട്, അവൻ്റെ ഭാര്യ 4ാമത് പ്രസവിച്ചത് ഇരട്ട പിള്ളേർ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഒന്നിപ്പിച്ചു, ഒരുമിപ്പിച്ചു. ദൈവം ആ കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ പറയുന്നു, ഉൽപ്പത്തി 2:25. അതാണ് പാഠഭാഗത്തിൻ്റെ അവസാനം വായിച്ചു തീർത്തത്. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ ലജ്ജ തോന്നിയില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? തുണിയില്ലാത്ത ആദം, തുണിയില്ലാത്ത ഹൗവ അല്ല. നഗ്നത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. അതാണ് ബൈബിളിൻ്റെ വ്യാഖ്യാനം. നഗ്നത സ്വാതന്ത്ര്യം. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് വാട്സപ്പില്ല, കാശിടപാടില്ല, ഓൾഡ് ഫ്രണ്ട്സില്ല, പഴയ സൗഹൃദങ്ങളില്ല. ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനും വാട്സപ്പ് ഗ്രൂപ്പില്ല, കോളേജ് കൂട്ടുകാരില്ല, ഒന്നുമില്ല. ഭാര്യ അറിയാത്ത ഒന്നും ഭർത്താവിനില്ല, ഭർത്താവ് അറിയാത്തൊന്നും ഭാര്യയ്ക്കുമില്ല. നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല, നാണക്കേടില്ല. കണ്ടിട്ടില്ലേ കൊച്ചു പിള്ളേർ നഗ്നരാണേലും വല്ല ലജ്ജയുണ്ടോ? ഒന്നും ഒളിക്കാനും മറയ്ക്കാനുമില്ല. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടാകണം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 3 വയസ്സുകാരൻ
പൊന്നരിങ്ങാണം മാത്രം ഇട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചേർക്ക നിനക്ക് നാണമില്ലേ? ഒരച്ഛൻ വന്ന കണ്ടില്ലേ? അകത്ത് പോയി എന്നിട്ട് ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ ക്രിസ്മസിന് പാലാ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാൻ പെർവിത്താനം ആശുപത്രിയിൽ കുർബാനയെല്ലാം വേണ്ടി പോവുക. രാവിലെ 9:30. ഞാനിങ്ങനെ പോകുമ്പോൾ 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വാതുക്കം നിൽക്കുന്നു. ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാടെ കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ നൂൽ ബന്ധമില്ലാതെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയൻ ഒരു കീറത്തുണി ഉടുത്തില്ല പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ഞാനതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന വൈദികനാ, ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളാ, മറക്കല്ല്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതില്ലേലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ കുടിപ്പിക്കുന്ന കുടിയൻ ഇതാണ്. നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഇപ്പം ദൈവം ഇങ്ങനെ കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ 2 വിധത്തിൽ കുടുംബത്തെ പണിയാം. ബൈബിളിൽ 2 വിധം കുടുംബങ്ങൾ ഉൽപ്പത്തി 10-11 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ബാബേൽ കുടുംബം, ദ ടവർ ഓഫ് ബൈബിൾ, ബാബേൽ ഗോപുരം. 2 അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ സിയോൻ മാളിക, സെനക്കൾ. 2 വിധത്തിൽ വീടിനെ പണിയാം. ഒന്ന് ബാബേൽ ഗോപുരം പോലെ, ഒരു ദേശക്കാരും ഒരു ഭാഷക്കാരും, പക്ഷെ ഭാഷ ചെതറിപ്പോയി. കമ്പ് ചോദിക്കുമ്പം കല്ല്, കല്ല് ചോദിക്കുമ്പം കട്ട, കട്ട ചോദിക്കുമ്പം മണൽ ചോദിക്കുമ്പോൾ തടി, ഭാഷ ചെതറി. ബാബേൽ ഗോപുരം. തിരുവനന്തപുരത്ത് നന്തങ്കോടുള്ള നമ്മുടെ ഇടവക സമൂഹത്തിലും ഒരു സമയത്ത് വീട് ബാബേൽ ഗോപുരമാകാം. ജൂബിലി വർഷത്തിലൊരു ചിന്ത, എൻ്റെ വീട് ബാബേൽ ഗോപുരമാണ്. 70 വയസ്സുള്ള അമ്മായിമ്മ പറയുന്നത് 35 വയസ്സുള്ള മരുമകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മരുമകൾ പറയുന്നത് അമ്മായിപ്പനും സുഖിക്കുന്നില്ല. പേരൻസ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ പറയുന്നത് പേരൻസ് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ നന്തങ്കോടുള്ള നിങ്ങളുടെ വീടാണ് തിരുവനന്തപുരത്തെ ബാബേൽ ഗോപുരം. പാഠചെതറിയ ബാബേൽ ഗോപുരം. ആഗ്രയിൽ വിശ്വവിസ്മയമാണ് വെണ്ണക്കൽ സൗധമായ താജ്മഹൽ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ എഴുതി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. മനോഹരമായ താജ്മഹൽ, അകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ, ഷാജഹാനും മുംതാസും. തിരുവനന്തപുരത്തെ സുന്ദരമായ വീട്, അകത്തൊരു ഉണങ്ങിയ ശവങ്ങൾ. അമ്മായിയമ്മോട് മിണ്ടാത്ത മരുമകൾ, ഭർത്താവിനോട് സംസാരിക്കുന്ന ഭാര്യ, ഭാര്യയോട് സംസാരിക്കുന്ന ഭർത്താവ്, മാതാപിതാക്കളോട് സംസാരിക്കുന്ന മക്കൾ, മരുമക്കൾ. വീട് ഒരു താജ്മഹൽ, ഉണങ്ങിയ ശവങ്ങളുടെ താജ്മഹൽ, ഒരു ബാബേൽ ഗോപുരം. പാക്ഷി ചെതറി. എങ്കിൽ 50 വർഷത്തിലൂടെ കടന്നു പോകുന്ന ഇടവക ജനമേ, നമ്മുടെ വീട് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ സിയോൻ മാളിക, സെനക്കളാക്കണം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി ഒരേ ഭാഷയിൽ മനസ്സിലായി. എൻ്റെ ഭർത്താവ് പറയുന്നത് അതേ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയായി ഞാൻ മാറണം. എൻ്റെ ഭാര്യ പറയുന്നത് അതേ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്ന ഭർത്താവായി മാറണം. പ്രായമുള്ള അപ്പന്മാർ പറയുന്നത് അതേ ചൈതന്യത്തിൽ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. പുതിയ തലമുറ പറയുന്നത് അതേ ചൈതന്യത്തിൽ മനസ്സിലാക്കുന്ന അപ്പനമ്മമാരാകണം. ഇപ്പം വീട് സിഹിയോൻ മാളികയാകും. ഒരു ഹോളി സെനകളായി നമ്മുടെ വീട് മാറും. നമ്മുടെ വീട് നമുക്ക് നരകമാക്കാനും സ്വർഗമാക്കാനും പറ്റുമല്ലോ. ക്ഷിപ്ര കോപമുള്ള കെട്ടിയവനാണോ വീട് നരകം. തെറിക്കുത്തരം മുറിപ്പതൽ എന്ന് പറഞ്ഞ ഭാര്യയാണോ വീട് നരകം. ചില കുടുംബങ്ങൾ അങ്ങനെ നരകമായിട്ട് മാറാം. കുടിക്കുന്ന ഭർത്താവാണ് വീട് നരകം. ഒരു സ്കൂൾ അധ്യാപകനും ഭാര്യയും ദിവസവും രാവിലെ 5 തെറി വിളിക്കാതെ ഇയാൾ സ്കൂളിൽ പോവില്ല. 3 കേൾക്കാതെ ഭാര്യ അടുപ്പിൽ തീ കത്തിക്കത്തുമില്ല. ഒരു ദിവസം 1 പറഞ്ഞു 2 പറഞ്ഞു ബഹളം മൂത്തു. ഇയാൾ സ്കൂളിലേക്ക് പോയി. എന്നും വൈകുന്നേരം 5 മണിക്ക് വരുന്ന ഭർത്താവ് അന്ന് വൈകുന്നേരം 3:30 വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നാടോ അവധിയത്തോട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിയിരിക്കുകയാണോ? കെട്ടിയമ്മൻ, അല്ലടി, ഞാനും ഹെഡ് മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു കത്തിക്കയറി. അരിശമെന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, തമ്മല്ല നരകത്തിലോട്ടും പോടോ,
ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നടി ഇവരെ എങ്ങോട്ട് പോകാനായിട്ടാ. വഴക്കും ബഹളമുണ്ടോ? ആ വീട് നരകമെന്നാണ് പറയുക. നരകം, ക്ഷിപ്രകോപം. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും ഒരു ഗ്രാമത്തിൽ ജീവിച്ച്. ഇവർ നല്ലവരാ, പക്ഷെ മത്തായി ചേട്ടൻ കുടിച്ചാൽ മഹാമോശം. ഭാര്യയെ അടിക്കും, മക്കളെ അടിക്കും, പാത്രങ്ങൾ സ്ഥലം മാറി പറന്നു പോകും. 70-ാം വയസ്സിൽ ഈ മത്തായി ചേട്ടൻ മരിച്ചു. സ്വർഗത്തിൽ ചെന്നപ്പോൾ സ്വർഗത്തിൽ കയറാനുള്ള പുണ്യവുമില്ല, നരകത്തിൽ വീഴാനുള്ള പാപവുമില്ല. സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു, ഒരു പ്രത്യേക സ്ഥലം രണ്ടിനും നടുക്ക് ഇരിക്കും, കുറേ നാൾ കഴിയുമ്പം സ്വർഗത്തിൽ കയറ്റാം. 20 വർഷം കഴിഞ്ഞു, ഭാര്യ മരിച്ചു ചെന്നു. സ്വർഗത്തിൻ്റെ അധിപൻ പറഞ്ഞു, ഭൂമിയിൽ ഒരുപാട് സഹിച്ചവളെ ഇന്ന് തന്നെ നിനക്ക് സ്വർഗത്തിലേക്ക് എൻട്രി. പക്ഷെ നിൻ്റെ കെട്ടിയവൻ ഇനിയും കയറിയിട്ടില്ല. പക്ഷെ സ്വർഗത്തിൽ കയറണമെങ്കിൽ നീ മറിയാമ്മ ഒരു പരീക്ഷ പാസ്സാകണം. എന്താ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. 5 വാക്കുകൾ, ഏതെങ്കിലും ഒന്നിനെ കൃത്യം പറഞ്ഞാൽ മതി. എന്താ വാക്കെന്ന് ചോദിച്ചു. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ച കയറ്റിയല്ല. ചോദിക്കാൻ പറ്റും. ലവ്. മറിയാമ്മ ഈസി അല്ലേ? LOVE, ലവ്. സ്വർഗത്തിൽ കയറിക്കോ. പക്ഷെ ഇനി 2 മണിക്കൂർ സ്വർഗത്തിൻ്റെ കാവൽക്കാരിയായിട്ട് നിൽക്കണം. ആരെല്ലാം കയറാൻ വന്നാലും വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കേണ്ട 5 വാക്ക്. ജീസസ്, പ്രൈസ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. പിന്നെ മറിയാമ്മയ്ക്ക് വേണമെങ്കിൽ 2 എക്സ്ട്രാ പീസ് കയ്യിൽ നിന്നും ഇട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. മറിയാമ്മ നിന്നു. കൂട്ടുകാരി ആൻസമ്മ വന്നു. എന്നതാടി ജീസസിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു, കയറ്റി വിട്ടു. മിനിമോള് വന്നു, പ്രൈസിൻ്റെ സ്പെല്ലിങ്. ജെസിമോള് വന്നു, ഹല്ലേലൂയയുടെ സ്പെല്ലിങ് കയറ്റി വിടുക. അപ്പോളാ മത്തായിച്ചേട്ടൻ ഊഴം. അന്നാണ് മത്തായിച്ചേട്ടൻ കുനിഞ്ഞ് സ്വർഗത്തിൽ കയറാൻ വരിക. മറിയാമ്മയോട് ഭൂമിയിൽ എനിക്ക് പണി തന്നവന് എന്നൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മത്തായിച്ചേട്ടൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറ്റാവോ? അയ്യോ, പരീക്ഷ പാസ്സായാലേ കയറ്റാൻ പറ്റുള്ളൂ. എന്നാണ് ഈ പരീക്ഷ. വാക്കിൻ്റെ സ്പെല്ലിങ് 5 വാക്കുകൾ തെറ്റാതെ ഒരെണ്ണം പറഞ്ഞോ തീർച്ചയായും കയറ്റി വിടാമെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചോളാൻ പറഞ്ഞു. ചാൻസ് ഒന്നേ ഉള്ളൂ, ചോദിക്കടി. പിന്നെ പിണക്കൊന്നും തോന്നിയേക്കല്ല, സമയങ്ങളായി ചോദിക്കടി എന്ന് പറഞ്ഞു. ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അതോടെ മത്തായി ചേട്ടൻ ഔട്ടായെന്നാണ്. ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം, ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം. ഇപ്പം ദൈവം തന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കാനാൻ ദേശം. വീട് ഒരു കാനാൻ ദേശമാകണം. എന്താണ് കാനാൻ ദേശം? കാനാൻ ദേശം 2 അനുഭവങ്ങളുടെ സ്ഥലമാണ് കാനാൻ ദേശം. എൻ്റെ വീട്ടിൽ 2 അനുഭവം വേണം. 1 പാല്, 2 തേൻ. പാലും തേനും ഒഴുകുന്ന സ്ഥലം കാനാൻ ദേശം. എന്താ പാല്? ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം പാല്. ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, താമസിക്കാൻ വീട്, ഇതൊക്കെ പാലനുഭവമാണ്. കേരളത്തിൻ്റെ ക്യാപിറ്റൽ ജീവിക്കും നിങ്ങൾക്ക്, ഇതിന് വലിയ കുറവില്ല. കാരണം ഞാൻ 6 വർഷം തിരുവനന്തപുരത്ത് ജീവിച്ചു പോയതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ പാൽ അനുഭവത്തിന് വലിയ കുറവില്ല. പക്ഷെ ഇല്ലാതെ പോകുന്ന തേൻ. തേനനുഭവമില്ലേ? ഡൈവോഴ്സിനോടും. തേനനുഭവമില്ലേ? പിള്ളേർ മതം മാറി കെട്ടാൻ പോകും. തേനനുഭവമില്ലേ? വൈകാരിക മുറിവുണ്ടാവും. തേനനുഭവമില്ലേ? ഒളിച്ചു പോവും. എന്താ തേൻ? ഭർത്താവിന് മനസ്സിന് മുറിവുണ്ടാകുമ്പോൾ ഭാര്യ അടുത്തിരുന്ന സാന്ത്വനത്തിൻ്റെ വാക്ക് പറയുന്നു, അതാണ് തേൻ. ഭാര്യയ്ക്ക് ഒരു നൊമ്പരം വരുമ്പോൾ ഭർത്താവ് അടുത്തിരുന്ന ആശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നു, അതാണ് തേൻ. കുട്ടിക്ക് പരാജയം വരുമ്പോൾ സാരമില്ല എന്ന സാന്ത്വനത്തിൻ്റെ വാക്ക് പേരൻസ് പറയുമ്പോൾ അതാണ് തേൻ. ഭർത്താവിന് അബദ്ധം പറ്റുമ്പോൾ ഭാര്യ പറയുക, ഓ ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കെട്ടിവന്ന നാളുകളിൽ എന്നെ ഒരുപാട് പഠിപ്പിച്ചല്ലേ അനുഭവിക്കണു. ഇതാണ് പിശാച് വെമ്പർനോത്തി എന്ന് പറയുന്നത്. ഭാര്യയ്ക്കൊരു മുറിവ് വരുമ്പം നീ എന്നെ കുറേ നാൾ കഷ്ടപ്പെടുത്തുക, അതിൻ്റെ ഫലവാ ഇല്ല. മക്കൾ പോയാലും പറയണം, സാരമില്ലടി, മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. അതാണ് തേൻ, അതാണ് തേൻ. എടി മക്കൾ കപ്പൽ, നമ്മൾ തുറമുഖം. തുറമുഖം നിൽക്കും, കപ്പൽ പോകും, നിനക്ക് ഞാനും എനിക്ക് നീയും. ഇതാണ് കാനാൻ ദേശം. അങ്ങനെ വീട് കാനാൻ ദേശമാകണമെങ്കിൽ കുടുംബത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്വന്തം ഭർത്താവിന്
എന്തു കുറ്റമുണ്ടെങ്കിലും ഒരാങ്ങളയോടും ഒരു വീട്ടുകാരോടും ഒരു സ്നേഹിതരോടും ഭാര്യ പങ്കുവെക്കരുത്. ഭാര്യയ്ക്ക് എന്തു കുറവുണ്ടെങ്കിലും അവളുടെ കുറ്റം പെങ്ങന്മാരോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും പങ്കുവെക്കരുത്. ഒരു ടൗണിന് വലിയൊരു കോട്ടയ്ക്കകത്ത് നിരവധി വീടുകൾ, പല പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കോട്ടയ്ക്കകത്തെ ബഹളം പുറത്തു പറഞ്ഞാൽ ശത്രുക്കൾ കോട്ട പിടിച്ചടക്കും. അകത്ത് രഹസ്യം സൂക്ഷിക്കണം. വീട് ഒരു കോട്ടയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. മക്കൾ മാതാപിതാക്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് കോട്ടയിലെ രഹസ്യമാണ്. അത് കോട്ടയ്ക്കകത്ത് മരിച്ചു പോകണം. കോട്ടയ്ക്ക് പുറത്തു പോകരുത്. അതാണ് ഒരിക്കലും ഭർത്താവിനെ താഴ്ത്തുന്ന വർത്തമാനം ഭാര്യ ആരോടും പറയല്. ഭാര്യയെ താഴ്ത്തുന്ന ഭർത്താവും പറയല്. 4 സ്ത്രീകൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിമുറ്റിൽ നിന്ന് വർത്താനം പറയുക. ഒരു സ്ത്രീ പറഞ്ഞു, ഓ എൻ്റെ ഗതികെട്ട ഒരു കെട്ടിയവൻ എപ്പോഴും ഫോണിലും ചൊറിയും ടി വിയും കാണും, എന്നാ ഒരു സാധനമാണ്, ചുമക്കാതെ പറ്റുമോ? രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ ഏത് പെണ്ണുങ്ങൾ പോലും വായും പൊളിച്ച് നോക്കി നിൽക്കും, സഹിക്കാതെ പറ്റുമോ? മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, കള്ളുകൂടി പുകവല് വൃത്തികെട്ട നാരം പിശാച് എന്നെടുക്കാൻ പറ്റും. നാലാമത്തെ സ്ത്രീ പറഞ്ഞു, ദേ നമ്മൾ കെട്ടിയന്മാരെ കുറിച്ച് അങ്ങനെ മോശമൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ എൻ്റെ കിഴങ്ങനെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്, ഞാനത് എന്തെങ്കിലും വീണ്ടുന്നുണ്ടോ? ഒരിക്കലും താഴ്ത്തുള്ള വർത്താനം പറയരുത്. വീട് ഒരു കാനാൻ ദേശം. വീട് കാനാൻ ദേശമാകണമെങ്കിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ കുടുംബജീവിതം പണിയണം. ദാമ്പത്യം 10 കൽപ്പനകളിൽ പണിയണം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റു ദൈവം നിനക്കുണ്ടാകരുത്. കുടുംബം കാനാൻ ദേശമാകണോ, ദൈവത്തിന് 1-ാം സ്ഥാനം. ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വീഴ്ച വരുത്തരുത്. സഭായോഗങ്ങൾക്ക് വീഴ്ച വരുത്തരുത്. സന്ധ്യാപ്രാർത്ഥനകൾക്ക് വീഴ്ച വരുത്തരുത്. ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന അപകടം, നമ്മുടെ പ്രാർത്ഥനാ സമയം TV സീരിയൽ മോഷിക്കുന്നതായിട്ട് കാണാം. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രി ഞാൻ ഫോൺ വിളിച്ചു. അമ്മാവൻ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനും മോൻ്റെ അമ്മായിയും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊട്ട് തമ്മി കാണുക. പിന്നെയാണ് മനസ്സിലായത് അന്നത്തെ സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. ഞാനിപ്പം ഉഴവൂരിൽ നിന്നാണ് വരിക. ഉഴവൂരിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 70 വയസ്സുള്ള ആൻറ്റി അയൽവകത്തെ കുഞ്ഞുങ്ങൾക്ക് 50ഓളം കുഞ്ഞുങ്ങൾക്ക് ജിലേബി ലഡു വിതരണം ചെയ്യും. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹവാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ജിലേബി ലഡു? ആൻറ്റിയുടെ മറുപടി, 9 മാസമായി സീരിയൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ലഡു നാട്ടുകാർ കൊടുക്കുക. കുടുംബത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദമ്പതികൾ 3 വാക്കുകൾ പ്രയോഗിക്കണം. ദാമ്പത്യത്തിൽ ഉപയോഗിക്കേണ്ട 3 വാക്കുകൾ: 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ദമ്പതികൾ ഉപയോഗിക്കേണ്ട 3 വാക്കുകൾ: പ്ലീസ്, സോറി, താങ്ക് യു. എന്താ പ്ലീസ്? കൽപ്പിക്കുന്ന ഭർത്താവ് ഉണ്ടാകരുത്, ഡയലോഗിൻ്റെ ഭർത്താവേ ഉണ്ടാവും. കൽപ്പിക്കുന്ന ഭാര്യയരുത്, ഡയലോഗുള്ള ഭാര്യ. പണ്ട് വിവരമില്ലാത്ത കാരണന്മാർക്ക് കൽപ്പനയുടെ ഭാഷയാണ്. ചായ അനത്തടി, ചോറ് വിളമ്പടി, കറി ഒലത്തടി. ആ കാലം കഴിഞ്ഞു. ഒരു ചായ കുടിച്ചാലോ ചോറുണ്ടാലോ സൗമ്യതയുടെ ഭാഷ സംസാരിക്കണം. ഭാര്യ ഭർത്താവിനോട്, സിറ്റി പോയിട്ട് വരുമ്പം പഞ്ചസാര മേടിക്കാൻ 2 പ്രാവശ്യം പറഞ്ഞു, ഇന്നും കൂടെ മേടിച്ചില്ലെങ്കിൽ നാളെ പഞ്ചായത്തില്ലാതെ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. ഒരു സൗഹൃദത്തിൻ്റെ ഭാഷ, സംസാരത്തിൽ സൗഹൃദം. പ്ലീസ്. 2 സോറി. എന്താ സോറി? ഒരു തെറ്റ് പറ്റിയോ ഭാര്യയുടെ മുമ്പിൽ കൊച്ചായെന്ന് ഓർക്കല്ല, ഭാര്യയോട് സോറി പറയണം. ഭർത്താവിനോട് സോറി പറയണം. നമ്മൾ മനുഷ്യരാ. ഭർത്താവ് അരിശം വരുമ്പോൾ എന്തേലും പറഞ്ഞാൽ അത് വെച്ച് ഭർത്താവിനെ വിലയിരുത്തരുത്. കോപത്തിൽ പറയുന്നത് തിരമാലയുടെ ഓളങ്ങളാണ്. സ്നേഹത്തിൻ്റെ കടലുണ്ട്. കടലിലെ 2-3 ഓളം നോക്കി ഭർത്താവിന് വിധിക്കരുത്. 2-3 ഓളങ്ങൾ നോക്കി ഭാര്യയെ വിലയിരുത്തരുത്. അരിശം വരുന്ന ഭാര്യ ഭർത്താവിനോട് പറയുക, താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിയത്തേ ഉള്ളൂ. ഒടിയാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ, അരിശം തീർക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ പറയണം, പൊന്നു മനുഷ്യ പണിത് പെടുത്തപ്പോൾ അറിയാതെ പറഞ്ഞതാ, സോറി, മനസ്സിൽ വെച്ചേക്കല്ലേ. അങ്ങനെ അങ്ങ് പ്രശ്നം തീർക്കണം. ഭർത്താവ് ഭാര്യയോട്, നീ ചത്തായിരുന്നെങ്കിൽ വരെ ഒന്ന് എനിക്ക് കെട്ടാവായിരുന്നു, കെട്ടിയാലെന്ന് ഉറപ്പാണ്. പിന്നെ പറയണ്ടേടി സോറി. ഒരു ഭർത്താവും ഭാര്യയും സ്നേഹിച്ചിരിക്കുക. അവൻ പറഞ്ഞു, പ്രിയേ
ജീവന് തുല്യം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അവൾ പറഞ്ഞു, സ്നേഹിച്ചോട്ടെ, ഞാനെങ്ങാനും മരിച്ചാലോ? എൻ്റെ എടി, നീ മരിച്ചാൽ ഈ ചേട്ടന് പ്രാന്ത് പിടിക്കും. പ്രാന്തൊക്കെ പിടിക്കട്ടെ, വേറെ വല്ല പെണ്ണുങ്ങളെയും കിട്ടുമോ? എൻ്റെ എടി, പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? അപ്പം മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞോ, പിന്നെ പറയണം സോറി. സോറി എന്നൊരു വാക്ക് പറയണം, സോറി. ഇവിടെയാണ് 3 പ്രമാണങ്ങൾ ദമ്പതികൾ സൂക്ഷിക്കണം. ഈ സോറിയുടെ തരത്തിലാണ് 3 കാര്യങ്ങൾ ദമ്പതികൾ ശ്രദ്ധിക്കണം. 1, കോപം വരുമ്പോൾ വർത്താനം പറയൽ. ദാമ്പത്യത്തിൻ്റെ 1-ാം നിയമം. കോപം വരുമ്പോൾ വർത്താനം പറയല്ലേ. കാരണം വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റുമല്ല. അതും ഇതൊക്കെ പറഞ്ഞ് വൈകാരിക തൃപ്തി വരുത്താം, പക്ഷേ ഇഷ്യൂസ് ഒരിക്കലും തീരുകയല്ലോ. ഭർത്താവിനോട് നല്ല കോപം വരുന്ന ഭാര്യ അതും ഇതും പറയാൻ തോന്നും, പക്ഷെ മെഡിക്കുകയാണോ? അകത്ത് കയറുക, കിച്ചണിൽ ചെല്ലുക, ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുക, ചീനിച്ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, തിളയ്ക്കുമ്പം ഉള്ളി അരിഞ്ഞിടുക, കരിവേപ്പില മുറിച്ചിടുക, കടുക് ശരിക്കിടുക, എന്നിട്ട് ഒരു തവി കൊണ്ട് ഇങ്ങനെ ഒലത്തിക്കൊണ്ട് നിൽക്കണം. ഒലത്തി എപ്പോൾ അരിശം പോകുമ്പോൾ അപ്പോഴേ ഒലത്ത് നിർത്താവുള്ളൂ, അല്ലെ ഒലത്തിയ വർത്താനം പറയും. അതിന് ശ്രദ്ധിക്കണം. ഇപ്പം കോപം വരുമ്പോൾ വർത്താനം പറയൽ. ഭർത്താവിന് ഭാര്യയോട് വല്ലാത്ത കോപം തോന്നിയെന്ന് പറയല്ലേ. ഐശ്വര്യ പറയാൻ തോന്നുമോ? മൊബൈൽ ഫോൺ എടുക്കുക, ഒരാഴ്ച വന്ന വാട്സപ്പ് കൂടെ കിള്ളി നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാം തണുത്ത് കഴിയുമ്പോഴേ ഉണ്ടാവും. കോപം വരുമ്പോൾ വർത്താനം പറയൽ. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. ദാമ്പത്യ ജീവിതം ചിലപ്പം സാമ്പത്തികമാകാം, ആരോഗ്യപരമാകാം, മക്കളുടെ പെരുമാറ്റമാകാം. ചില നിരാശ വരും. നിരാശ വരുമ്പോൾ ഏതാനും ദിവസങ്ങൾ ഒന്നും മിണ്ടാതെ ദൈവത്തോട് വർത്താനം പറഞ്ഞോണം. നിരാശ വരുമ്പോൾ മനുഷ്യനോട് മിണ്ടരുത്, ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുക. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ കരുതിയിട്ടുണ്ട്. നിരാശ വരുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അത് 3-ാം പ്രമാണം. ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ഭാര്യ എന്തോ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവന് സന്തോഷമായി. എൻ്റെ ഏടി, നിൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് ഈ ചേട്ടൻ ഒരു 5 പവൻ്റെ ഡിസ്കോ സ്വർണ്ണമാല പണിയിച്ചു തരും. കൊടുക്കാൻ പറ്റുമെങ്കിലേ പറയാവൂ, കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ഡിസ്കോ ഡാൻസ് ഭരിക്കാതുണ്ടാവും. ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുക്കരുത്. ഇപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 2, കോപം വരുമ്പോൾ വർത്താനം പറയല്ലേ. ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അപ്പോൾ സോറി പറയുക. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. കുടുംബത്തിൽ നന്ദി പറയണം, വെറുതെ നന്ദി പറയണം. നമ്മുടെ പ്രത്യേകതയാണ് നന്ദി പറഞ്ഞാൽ ഞാൻ കൊച്ചായി പോയി എന്നാണ് തോന്നുന്നത്. എന്തിനാണ് നന്ദി പറയുന്നത്? നമ്മൾ ഞാൻ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് ജർമ്മനിയിലായിരുന്നു. ഞാൻ 11-ാം തീയതിയാണ് ധ്യാനം കഴിഞ്ഞ് വന്നത്. കാരണം നന്ദി. ഭർത്താവ് ഒരു ചുരിദാർ മേടിച്ചില്ല, ഭാര്യ താങ്ക് യു മാൻ, നല്ല മാച്ചിങ് ആകട്ടോ. ഭാര്യ മുട്ട ഓംലെറ്റ് കൊടുത്തു, ഓ താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആകട്ടോ. ഒരു മടിയില്ല പറയാനായിട്ട്. ഇത് കേട്ടു. ഇന്ന് രാത്രി 9:30 ഭാര്യ ചോറ് വിളമ്പുമ്പോൾ പപ്പടവും അച്ചാറും വിളമ്പും പറഞ്ഞേക്കല്ലോ, ഓ താങ്ക് യു മിനിമോളെ, നല്ല ടേസ്റ്റ് ആകട്ടോ. അങ്ങനെ ചാടി പറയണ്ട. ജീവിതം കൊണ്ട് തോന്നണം നന്ദിയുള്ള മനുഷ്യനാണ്. ഒരു നന്ദി. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഞാൻ 100 ദമ്പതിമാരെ ഭരണങ്ങാനത് ധ്യാനിപ്പിക്കുകയായിരുന്നു. കുടുംബ നവീകരണ ധ്യാനം. 100 ഭർത്താക്കന്മാരും 100 ഭാര്യമാരും. കൗൺസിലിങ്ങിന് 65 വയസ്സ് പ്രായമുള്ള ഭർത്താവും ഭാര്യയും വന്നു. 2 പേരുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നു. വർത്തമാനം പറയുമ്പോൾ മനസ്സിലായി കുഴപ്പം കെട്ടിയവൻ്റേതാ. ഒരു നല്ല വാക്ക് പോലും ഭാര്യയോട് പറയല. ഭാര്യയ്ക്കാണെങ്കിൽ നല്ലത് കേൾക്കാൻ വല്ലാത്ത ആഗ്രഹവും ഉള്ളവളാണ്. ഞാൻ വെറുതെ ഭാര്യ നല്ല ചെമ്മീനും മാങ്ങായും കറി വെക്കുമ്പോൾ കൊള്ളാവല്ല മോളേന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? ഭാര്യ മുറിക്കകം അടിച്ചു വാരുമ്പോൾ തുണി അലക്കുമ്പോൾ ഒരു നല്ലത് പറഞ്ഞുകൂടെ? കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരും തിന്നുന്നില്ലേ, ഞാൻ തന്നെ നന്ദി പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞു, ഒരു നല്ല ചക്കുകുരുമാങ്ങ കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടുകയല്ല. കിട്ടിയൊരു നല്ല വാക്കേ ഉള്ളൂ, നിർലോഭം നല്ലത് പറയണം. അവർ പോയി. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു. തിങ്കൾ രാത്രി 8 മണിക്ക് ചോറ് കറിയൊക്കെ കാത്തിരിക്കുക. കൃത്യം 8 ആയപ്പോൾ അവൾ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വേവിച്ച ചക്കപ്പുഴുക്കും ഒരു പാത്രം നിറയെ വറുത്തരച്ച കോഴിക്കറിയായിട്ട് വന്നു.
കഞ്ഞിയും ചമ്മന്തിയും കാക്കുമ്പോഴാണ് നല്ല ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. ഇവൻ പുഴുക്ക് മൊത്തം നിന്നു. പ്ലേറ്റ് വടിച്ച് നോക്കി, നുറുക്ക് എടുത്തു കൂട്ടി അരപ്പം നീട്ടി നോക്കി ഒരേമ്പക്കവും വിട്ടു. അപ്പോഴാ അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തത്. നല്ല വാക്ക് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ആൻസി മോളെ, കഴിഞ്ഞ 31 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം നിന്നെ സമ്മതിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എടി. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് ഈ കരഞ്ഞത്? പുത്തമ്പരകേശം പറഞ്ഞില്ലായിരുന്നോ നല്ല നിയമം നല്ലത് പറയണമെന്ന്? ഭാര്യ പറഞ്ഞു, പൊന്നു മനുഷ്യ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് പണിത് തന്നിട്ടും നല്ലതൊന്നും പറയാനില്ല. അയൽപക്കത്തെ ജെസിമോടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ല രുചി തോന്നിയത്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം പറയാനായിട്ട്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഈ സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, പ്രതികരണങ്ങൾ വരണം. 2, ഡോണ്ട് മിസ്യൂസ് ദ ഹോളി നെയിം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. എന്താ അർത്ഥം? ദൈവനാമം മലിനമാകുന്ന ഭാഷ വീട്ടിലുണ്ടാകരുത്. ഒരിക്കലും ഒരു ചീത്ത വാക്ക് ഭാര്യയെ വിളിക്കരുത്. ഒരു മോശമായ വാക്ക് ഭർത്താവിനെ വിളിക്കരുത്. മോശമായ പദപ്രയോഗം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കൾ കേൾക്കരുത്. അങ്ങനെ കേട്ടോ, അപ്പൻ്റെ ഭാഷ ആൺകുട്ടി റോൾ മോഡലാക്കും, അമ്മയുടെ ശൈലി പെൺകുട്ടി മാതൃകയാക്കും. പിന്നീട് എന്തു പറയാനും ഒരു മടിയില്ലാത്ത മക്കളെ നിങ്ങൾക്ക് ലഭിക്കും. ദൈവനാമം മലിനമാകുന്ന വാക്കുകൾ എത്ര അരിശം വന്നാലും കുടുംബത്തിൽ നമ്മുടെ വായിൽ നിന്നും വീഴരുത്. ചീത്ത വിളിക്കുന്ന ഭർത്താവിന് ഭാര്യയുടെ മനസ്സിൽ 0 സ്ഥാനമേ ഉള്ളൂ. മോശമായ വാക്ക് പറയുന്ന ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു വട്ടപ്പൂജ്യം. മോശവാക്ക് പറയുന്ന അപ്പനമ്മമാർക്ക് മക്കളുടെ മനസ്സിൽ ഒരു സ്ഥാനമില്ല. നമ്മൾ മോശമായ വാക്ക് പറയുമ്പോൾ ദൈവനാമം മലിനമാകുന്നു, ദൈവത്തിൻ്റെ നാമം താഴ്ത്തപ്പെടുകയാണ്. 3, കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. എന്താ കർത്താവിൻ്റെ ദിവസം? അത് നമുക്ക് ഞായറാഴ്ചയാണ്. എന്തെല്ലാം തിരക്കും വേളുണ്ടെങ്കിലും ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു വീഴ്ചയും വരുത്തരുത്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദിവസമാണ്, അത് സഭയുടെ ദിവസമാണ്, അത് പ്രാർത്ഥനയുടെ ദിവസമാണ്. അന്ന് കൂടുതൽ വേദപുസ്തകം വായിച്ചും ഭക്തിഗാനം ആലപിച്ചും പ്രാർത്ഥനാരൂപിയിൽ കുടുംബത്തിൽ സമയം ചെലവഴിക്കണം. ഒത്തിരി കാര്യങ്ങൾക്ക് ഓടേണ്ട ദിവസമല്ല. ദൈവമായ കർത്താവ് പോലും വിശ്രമ ദിവസമായി 7-ാം ദിവസം മാറ്റിവെച്ചെങ്കിൽ നമുക്കും വേണം ആ ഒരു ദിവസം. അതിന് വീഴ്ച വരുത്തരുത്. ഞായറാഴ്ച 3 കാര്യങ്ങൾ എൻ്റെ സ്വന്തം പള്ളിക്ക് കൊടുത്തോണം, കുടുംബം അനുഗ്രഹപ്രദമാകാൻ. 1, സമയത്തിൻ്റെ അംശം. കാറ്റക്കിസം പഠിപ്പിക്കാം, മതബോധന ക്ലാസ്, ഭക്തസംഘടന, പ്രാർത്ഥനാരൂപുകൾ, അതിൽ സമയം കൊടുക്കണം. സമയത്തിൻ്റെ ദശാംശം. 2, ആരോഗ്യത്തിൻ്റെ ദശാംശം. അടിച്ചു വാരണോ, വൃത്തിയാക്കണോ, ബെഞ്ചും കസേരയും പിടിച്ചിടണോ, ആരോഗ്യത്തിൻ്റെ ദശാംശം പള്ളിക്ക് കൊടുക്കണം. 3, സ്വത്തിൻ്റെ ദശാംശം. എൻ്റെ സ്വത്തിൻ്റെ അംശം എൻ്റെ പള്ളിക്ക് ഞാൻ കൊടുക്കും, ഞായറാഴ്ച കാണിക്കയായിട്ട്. ചിലരോട് ഓർക്കും പള്ളിക്ക് ഒരു പ്രത്യേക നോട്ടുണ്ട്, അത് 10 രൂപ ആണ്, കൃത്യം ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. 100 100 കൊടുക്കണം, 500 500 കൊടുക്കണം. ഒരമ്മയും 7 വയസ്സുള്ള മോനും കൂടി ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പോകുന്നൊരിക്കൽ അമ്മ പറഞ്ഞു, എന്നാ ഉണക്കപ്പള്ളിയാ, ഓർഗന് ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കുർബാനയ്ക്ക് ഭക്തിയില്ല, കസേരയ്ക്ക് ബലമില്ല, ബെഞ്ചിലൊക്കെ പൊടി. 7 വയസ്സുള്ള മോൻ പറഞ്ഞു, എൻ്റെ അമ്മേ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? കാണുന്നുണ്ട് അമ്മയിടുന്ന 10 നോട്ട്. സ്വത്തിൻ്റെ അംശം, സമയത്തിൻ്റെ അംശം, ആരോഗ്യത്തിൻ്റെ അംശം എൻ്റെ കർത്താവിനും കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്കും. കാരണം ക്രിസ്തീയ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതല്ലേ ശരീരത്തെ ഡമാസ്കസിൽ പൗലോസ് പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു ചോദിച്ചു, സാവൂൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? എന്നെ പീഡിപ്പിക്കുന്നു? ശിരസായ ക്രിസ്തുവിൻ്റെ ദൃശ്യമായ ശരീരമാണ് നിങ്ങളും ഞാനും. അപ്പം നമ്മൾ ഈ ശരീരമായ നമ്മൾ ശിരസായ മിശിഹായോട് ചേർന്ന് നിൽക്കണം. ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഒപ്പം കർത്താവിൻ്റെ മണിക്കൂറും. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഒരു കർത്താവിൻ്റെ മണിക്കൂർ വേണം. അത് വൈകിട്ട് 7-നും 9-നും ഇടയിലാണ്. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം, 7-ന് മുമ്പ് ഒരുപാട് ജോലി. 7-നും 9-നും ഇടയിൽ ഒരല്പസമയം പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തിനുണ്ടാകണം. അതുണ്ടെന്ന് ഒരമ്മ ഉറപ്പ് വരുത്തണം. അപ്പൻ ഉറപ്പ് വരുന്നില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം ലാഗോസിൽ ധ്യാനിപ്പിക്കാൻ നൈജീരിയ, 90% ഗോത്രവർഗക്കാരായ ക്രിസ്ത്യാനികളാണ്. ഓരോ വീടിൻ്റെ മുറ്റത്തുനിന്നും പറമ്പിൻ്റെ അരിയിലേക്ക് ഓരോ വഴി വെട്ടിയിട്ടുണ്ട്.
അപ്പനും അമ്മയും 10 മക്കളും പല കുടുംബത്തിലുണ്ട്. എങ്കിൽ 12 വഴി വീണ്ടും മുറ്റത്തു നിന്നും പറമ്പിൻ്റെ സൈഡിലേക്ക് വിട്ടും. ഇവർ രാവിലെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചൂടുപാല് കുടിക്കും. കുടിച്ചിട്ട് പണിയാൻ പോകും. 4:30 പണി കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് കുളിക്കും. കുളിച്ചിട്ട് പഴത്തിൻ്റെ എന്തോ ജ്യൂസ് കുടിക്കും. എന്നിട്ട് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട വഴിയുണ്ട്. ആ വഴി കൂടെ നടന്ന് പറമ്പിൻ്റെ അരിയിൽ ചെന്ന് കൈകൊട്ടും, ഡാൻസ് ചെയ്യും, തുള്ളിപ്പാൾ. പിന്നെ തിരിച്ചു വന്നിട്ട് ഒരു ഭക്തിഗാനം ആലപിച്ചിട്ട് കുറുമ്പിൽ പോലെന്തോ ഒരു കുറുക്കം കഴിച്ചിട്ട് ഉറങ്ങാൻ പോകും. ഇത് വീട്ടിൽ നിന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ പോകാനുള്ള വഴിയാണ്. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പോയില്ലെങ്കിൽ അമ്മ പറയും, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകിളുത്തല്ലോ. മോനെ മോളെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകിളുത്തല്ലോ. കുടുംബനാഥനോട്, പൊന്നു മനുഷ്യ പ്രാർത്ഥനാ വഴിയിൽ പുല്ലുകിളുത്തല്ലോ. കുറേ നാളായി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. നമ്മൾ മുഖം നോക്കി മുടിയിരുന്ന കണ്ണാടിയിൽ ചോക്ക് കൊണ്ടോ സ്കെച്ച് പെൻ കൊണ്ടോ എഴുതി വെക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ്. എപ്പോഴെല്ലാം മുഖം നോക്കൂ, ഇപ്പോഴൊക്കെ റിമൈൻഡറാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ്. പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടോ, മക്കളും അങ്ങനെ പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, മക്കൾക്കും പ്രാർത്ഥന ഉണ്ടാകണമെന്നില്ല. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്കവൻ തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് കിള്ളി ഞുള്ളി കിഴുക്കി. അവൻ പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് അവൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്ന് പറയിപ്പിക്കണം, എന്നിട്ട് പിരിഞ്ഞാലും വേണ്ടിയാണ്. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേക്കുമ്പോഴും ചെവിയിൽ വെടി വെക്കുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അവനങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെയാണ് അപ്പനമ്മ ആ ടൈപ്പ് മക്കളെന്ന കുടുംബത്തിൽ പ്രാർത്ഥനാന്തരീക്ഷം വേണം. അത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം. കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും കുടുംബത്തിലുണ്ടാകും. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കുടുംബത്തിൽ അനുഗ്രഹം വേണോ, പ്രായമായ കാരണവന്മാരെ ആദരിക്കണം. അപ്പനമ്മമാർക്ക് ആദരവ് കൊടുത്തോ മക്കൾ ചെറുപ്പക്കാരായ നിങ്ങളെയും ആദരിക്കും. അതാണ് അന്ത്യവിധിയിൽ ക്രിസ്തുവിൻ്റെ 5 ചോദ്യങ്ങൾ. മത്തായി 25:31 മുതൽ 46 വരെ. അന്ത്യവിധി മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൽ വെളിച്ചത്തില്ല. മത്തായി 25:31 മുതൽ 46 വരെ. 1, നീ വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നോ. നമ്മൾ പറയും മെഡിക്കൽ കോളേജിൽ അനാഥർക്ക്, ഭ്രാന്തുള്ളവർക്ക്, രോഗികൾക്ക് ഭക്ഷണപാനീയം സഭയുടെ നാമത്തിൽ കൊടുത്തു, വ്യക്തിപരമായി കൊടുത്തു. ദൈവം പറയും അതിന് വരും 2ാം സ്ഥാനം. മോനെ മോളെ നിന്റെ പെരയ്ക്കകത്ത് 80 വയസ്സുള്ള അമ്മയായി, 82കാരൻ അപ്പനായി, അപ്പ എന്ന് വിളി കേൾക്കാൻ, അമ്മ എന്ന് വിളി കേൾക്കാൻ. ഇനി വിശന്നു ദാഹിച്ചു, സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ പാനീയം തന്നോ. തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഇല്ലെങ്കിൽ നരകം. 2, രോഗിയായിരുന്നു, നിന്നെ ആശ്വസിപ്പിച്ചു. പള്ളി വരാൻ മേല, നടക്കാൻ മേലാതെ ക്ഷീണമായിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് കൊടുക്കേണ്ട ഒരു കരുതൽ. പുറത്തിറങ്ങാനേ പറ്റുന്നില്ല, ക്ഷീണിച്ചിരിക്കുക. അപ്പൻ്റെ കണ്ണ് കാണാൻ മേലെന്നും പറഞ്ഞ് വഴിമാറി നടക്കുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ, തൊണ്ട പൊട്ടുന്ന പോലെ എൻ്റെ അമ്മയോട് ഞാൻ വർത്താനം പറയണം. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വർത്താനം പറയിപ്പിക്കണം. ഒന്നുമില്ലേ, മൂളി കേൾക്കണം. പ്രായമായ അപ്പനമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂളുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോടാ, കേൾക്കുന്നുണ്ടോടി, പിന്നെ ഞാൻ മൂളാത്തത്. ചില മക്കൾ മൂളുന്ന കേട്ടാൽ പൊമരേനിയം പറ്റി കുരയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 ഓ യാ. ഒരുത്തൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. 80 വയസ്സിൽ അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. യാ 80 അങ്ങനെയൊക്കെ യാ, അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക. അമ്മ പറഞ്ഞു, മോനെ അതൊക്കെ പോട്ടെ. അമ്മയുടെ 2 ഓയിൽ സാരിയും ബ്ലൗസും. കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി അല്ല മോനെ, പഴയ പെരേലിയാ, അത് വെട്ടി ദൂരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കേൾക്കണം, വർത്താനം പറയണം. രോഗിയായിരുന്നു, നിന്നെ ആശ്വസിപ്പിച്ചു. 3, ഞാൻ പരദേശിയായിരുന്നു, നിനക്ക് പാർപ്പിടം തന്നു. അതെന്താ? കല്യാണം കഴിഞ്ഞു, പിന്നെ അപ്പനെയും മറന്നു, അമ്മയും മറന്നു, അവനും അവളുടെ ഭാര്യയും മാത്രം. അതങ്ങനെയാണ് കല്യാണം കഴിയുന്ന ആദ്യ നാൾ. അങ്ങനെയൊക്കെയാ. ഒരുത്തും പെണ്ണ് കെട്ടി ഭാര്യയും കൊണ്ട് വരിക. ഗേറ്റ് കടന്നപ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു, അവൾക്കിന്ന് നല്ല മണമുണ്ട്, നീ കോരി എടുക്കാൻ പറഞ്ഞു. അവൻ കോരി എടുത്തു. എടുത്തപ്പോഴാണ് അല്പം ഓവർ വെയിറ്റ്, കനക്കൂടുതലാണ്.
അവൻ ഇവളെ താങ്ങിയെടുത്ത് വേച്ച് പോവുക. അപ്പോൾ എൻ്റെ അമ്മ കണ്ടു ജനലിലൂടെ മോൻ ഭാര്യയും ചുമന്നുകൊണ്ട് വരുന്നത്. അമ്മ പറഞ്ഞു, ദൈവമേ, വിവാഹത്തിൻ്റെ അത്ഭുതം. 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവന്നവനാ 67 കിലോ ചുമന്നുകൊണ്ട് വരുന്ന വരവ് കണ്ടില്ലേ. അപ്പോൾ ആദ്യ നാളുകളിൽ ഒരു വലിയ ആവേശം, പിന്നെ ഒരു തണുപ്പ്. കത്തോലിക്ക സഭയിൽ 50 നോമ്പിൽ ഒരു ഭക്തകൃത്യമുണ്ട്, കുരിശിൻ്റെ വഴി. നിങ്ങൾക്കറിയാം കുരിശിൻ്റെ വഴി. ഒരു 50 നോമ്പിലെ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ അച്ഛൻ ധ്യാനിപ്പിക്കുക. 5:30 കുരിശിൻ്റെ വഴി, 6 മുതൽ 8 വരെ അച്ഛൻ്റെ ധ്യാനപ്രസംഗം. ഞാൻ പള്ളിയോട് പോകുമ്പോൾ 60 വയസ്സുള്ള സ്ത്രീ വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ, 65കാരൻ കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പിമ്പിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് ആരംഭിച്ചു, അവസാനം കുരിശായിട്ട് മാറുന്നു. അപ്പം ജീവിതത്തിൽ തമ്പുരാൻ തരുമ്പോൾ അത് നല്ല കാലത്ത് അപ്പനമ്മമാർ പരദേശികളാകൽ, അവർക്ക് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. 4, ഞാൻ നഗ്നനായിരുന്നു ഉടുപ്പിച്ചോ, നാണക്കേട് തോന്നരുത്. പഴയ നിയമത്തിലെ നഗ്നത സ്വാതന്ത്ര്യം, അന്ത്യവിധിയിലെ നഗ്നത നാണക്കേണ്ട അവസ്ഥ. ഒരമ്മയ്ക്കും അപ്പനും തോന്നരുത് ഇനി മോനും മോൻ്റെ ഭാര്യയ്ക്കും എല്ലാം ഇവർക്കൊരു ഭാരമാണ്. ചില കാരണവന്മാർ പറയും, എൻ്റെ അച്ചു മക്കൾ ഞങ്ങളെ വേണ്ട, ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ഞങ്ങളങ്ങ് സഹിക്കുക. ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഏതാനും മാസങ്ങൾക്ക് അമ്പലപ്പുഴയിൽ നായർ സൊസൈറ്റി നടത്തിയ ഒരു സംഗമം, 2000-ഓളം പേര്. മുഖ്യ പ്രസംഗകനായിട്ട് എന്നെ വിളിച്ചു. 45 മിനിറ്റ് പ്രസംഗം. അധ്യക്ഷ അരൂർ MLA, ഗായിക ദലീമ. ആശംസ പറഞ്ഞത് ഹൈക്കോടതി മുൻ ജഡ്ജി കമാൽ പാഷ. പ്രസംഗം കഴിഞ്ഞ് കമാൽ പാഷ എന്നോട് പറഞ്ഞു, അച്ഛൻ ധ്യാനത്തിൽ ഒരു കാര്യം പറയണം. ഒരിക്കലും അപ്പനമ്മമാർ ജീവിച്ചിരിക്കെ സ്വന്തം വീടും ചുറ്റുമുള്ള മിറ്റവും ഒരു മോനും എഴുതി കൊടുക്കരുത്. ഒരു മോനും ഒരു മോക്കും എഴുതി കൊടുക്കരുത്. ഇങ്ങനെ എഴുതാവുള്ളൂ, ഞങ്ങളുടെ കാലശേഷം. ഏത് പൊന്നുമോനും പൊന്നുമോക്കും കാലശേഷം. കാരണം ഇന്ന് കേസുകൾ വരുന്നത് വിളിച്ചു തരാം. ഇനി കെട്ടിയോ മരിച്ചു, ഭാര്യ മാത്രമേ ഉള്ളൂ, ഒരു മോനും ഭാര്യയും കൂട്ടത്തിൽ പറയുക, അമ്മ മരിച്ച മക്കൾ മറ്റൊരു വന്നാൽ അതുകൊണ്ട് ഇപ്പം തന്നെ എഴുതി തന്നു പറഞ്ഞാൽ പറയണം, എൻ്റെ കാലശേഷത്തേക്ക് എഴുതി വെക്കാം, ഞാൻ തരികയില്ല. നിർബന്ധമാണോ? ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെ അമ്മ ഒരു ട്രങ്ക് പെട്ടി പോയി മേടിക്കണം. മേടിച്ചിട്ട് അത് തുറക്കണം, ആരും കാണാതെ. അതിനകത്ത് ചക്കമടൽ, കപ്പമുട്ടി, മണൽ, മിറ്റിൽ, കരിങ്കല്ല് ഇതെല്ലാം വെച്ച് പൂട്ടണം. ഒരു താക്കോൽ കാലാകാലം മാറി വരുന്ന വികാരിയച്ഛനെ ഏൽപ്പിക്കണം. മറ്റേ താക്കോൽ അമ്മയും പിടിക്കണം. ഇത് മക്കളോട്, മക്കളെ അമ്മയെ മരണം വരെ നോക്കുന്നതോടുകൂടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഈ പെട്ടിക്കകത്തുണ്ട്, ഞാൻ മരിക്കാതെ തുറന്നേക്കൽ. ചില മക്കളെ കൊണ്ട് ഈ ചാണകവും ചൊപ്പിക്കേണ്ട മക്കളുമുണ്ട്. അതാണ് കമാൽ പാഷ പറഞ്ഞു വെച്ചത്. ഒരിക്കലും കാരണവന്മാർക്ക് വീട്ടിൽ ഒരു നാണക്കേട് തോന്നുന്ന വർത്തമാനം പറയല്ലേ. 5, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഇങ്ങനെ സന്ദർശിച്ചോ. എന്താ വ്യത്യാസം? മുറിക്കകത്ത് കയറി ഞാൻ സാക്ഷിയിട്ടാൽ ഗൃഹം, മുറിക്കകത്ത് ഞാൻ കയറുമ്പോൾ പുറത്തു നിന്നാലും സാക്ഷിയിട്ടാൽ കാരാഗൃഹം. ഒരു മുറി ഗൃഹവും കാരാഗൃഹവും ആവും. അകത്ത് കയറി ഞാൻ കുറ്റിയിട്ടാൽ ഗൃഹം, അകത്ത് കയറുമ്പോൾ പുറത്തു നിന്നാലും കുറ്റിയിട്ടോ അത് കാരാഗൃഹം എന്നാണ് പറയുക. നിങ്ങളുടെ പ്രായമുള്ള അപ്പനമ്മമാരോട് പെരുമാറുന്നതെല്ലാം മക്കൾ കണ്ടുവെക്കുന്നുണ്ട്, ഒരിക്കലും മറക്കരുത്. മക്കൾ കണ്ടുവെക്കുന്നുണ്ട്. ഒരു വീട്ടിൽ 70 വയസ്സുള്ള വല്യപ്പൻ ചാരികസേരെ കാലം നീട്ടിയിരുന്ന പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരക്കുട്ടി വല്യപ്പൻ്റെ മടിയിൽ കയറിയിരുന്നു. കണ്ണെ പിടിച്ചിട്ട് പറഞ്ഞു, വല്യപ്പന് കണ്ണൊന്നടയ്ക്കാവോ? വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിയട്ടടാ, കണ്ണടയ്ക്കാവോ? പത്രം വായിച്ച് കഴിയട്ടടാ. അവൻ പോയി. അരമണിക്കൂർ പത്രം വായിച്ചു. വല്യപ്പൻ പറഞ്ഞു, പാടാ ഇനി കളിക്കാം. അവൻ വല്യപ്പൻ്റെ മടിയിലിരുന്നു. കണ്ണെ മൊത്തം ഒന്ന് പിടിച്ചു. ശരിക്കും അടച്ചല്ലേ? അടച്ചു. ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാ തോന്നുന്നു. അതെന്നാടാ, എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ എന്തു പറയുന്നു? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നു, കേട്ടുപഠിക്കുന്നു. അതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. അതിന് 2 വ്യാഖ്യാനങ്ങൾ. അബോർഷൻ നടത്തരുത്, അതാണ് കൊല്ലരുത്. ജീവനെ മാനിക്കണം. അങ്ങനെയുള്ള തിന്മ കുടുംബത്തിൽ വന്നെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പണം ചെലവാക്കി പരിഹാരം ചെയ്തോണം, ആരും അറിയാതെ. അല്ലെ പാവപ്പെട്ട പെൺപിള്ളാരെ പഠിപ്പിച്ച് പരിഹാരം ചെയ്യണം അബോർഷൻ നടന്നു പോയാൽ. 2,
പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. അതിന് രണ്ടാം ഭാഗമാണ് പരമാവധി മക്കൾക്ക് ജന്മം. മക്കൾ കൂടിയതുകൊണ്ട് സമൂഹം നശിക്കില്ല. മുസ്ലിം സമൂഹം വളരാൻ കാരണം മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം ചുരുങ്ങാൻ കാരണം സന്താന നിയന്ത്രണം വളരെയധികം കൊണ്ടുവന്നതുകൊണ്ട്. ഞാൻ ദുബായ് എടുത്ത റാസൽ ഖൈമയിൽ ധ്യാനിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയ് ആലൂക്ക ധ്യാനിക്കാം. ജോയ് പറഞ്ഞു, 18 മക്കളിൽ ഞാൻ 13ാമത്തേതാണ്. എല്ലാവരും കഷ്ടപ്പെട്ടു, ദൈവം ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തി എന്നാണ് പറയുക. ക്രൈസ്തവ സമൂഹം ഉള്ളിടത്ത ഈ അംഗസംഖ്യ കുറവ്. നമ്മൾ തിങ്ങിപ്പാർക്കുന്ന പത്തനംതിട്ടയിൽ ഇന്ന് പത്തനംതിട്ട നിയോജകമണ്ഡലമില്ലല്ലോ, പാർലമെൻറ്റേ ഉള്ളൂ. അസംബ്ലി ആറന്മുളയായിട്ട് മാറി, കാരണം ജനസംഖ്യ കുറഞ്ഞു. അടുത്തുള്ള സ്ഥലം കല്ലൂപ്പാറ നിയോജകമണ്ഡലം തിരുവല്ലായിൽ അലിഞ്ഞു. വാടൂർ നിയോജകമണ്ഡലം കാഞ്ഞിരപ്പള്ളി ചോർന്നു. ക്രൈസ്തവർ എവിടെയാണോ അവിടെയാണ് സന്താനത്തിൻ്റെ നിയന്ത്രണത്തിന് അപകടം നമ്മൾ കാണുക. അപ്പം മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുന്നവർ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി മക്കൾക്ക് ജന്മം കൊടുക്കണം. സഭാഗാത്രത്തെ നമ്മൾ വളർത്തണം. അപ്പോൾ ആ ഒരു ചിന്തയും ചേർത്ത് വെക്കുക. പരമാവധി മക്കൾക്ക് നമ്മൾ ജന്മം കൊടുക്കണം. എന്നിട്ട് ഈ മക്കൾക്ക് 3 വിദ്യാഭ്യാസം കൊടുക്കണം. ഒന്ന്, ഭൗതിക വിദ്യാഭ്യാസം പരമാവധി പഠിപ്പിച്ചോണം. കൂട്ടത്തിൽ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം വെല്ലൂർ ആശുപത്രിയിലെ ഡോക്ടർമാരെയും നേഴ്സുമാരെയും ധ്യാനിപ്പിക്കുകയായിരുന്നു. ഒരു പാഠം അവിടെ കണ്ടത്, ഒരു ചികിത്സാരീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നോമോഫോബിയ. ഫോൺ ഇല്ലെങ്കിൽ ചുമ്മാ ടെൻഷൻ കാണിക്കുക, അത് പ്രാന്തിൻ്റെ ആരംഭമാണ്. അത് പിള്ളേരാണെങ്കിലും വലിയവരാണേലും. അപ്പോൾ അവർക്ക് ഫോണില്ലാതെ നിർത്താൻ പറയും. ലോകാരോഗ്യ സംഘടന പറയും 12 വയസ്സിൽ താഴ്ന്ന കുട്ടി മാക്സിമം 20 മിനിറ്റ് ഫോണിന് ചെവിയോട് ചേർത്ത് പിടിക്കാവും. അതിൽ കൂടുതൽ നിരന്തരം പിടിച്ചോ 12ാം വയസ്സിൽ നിങ്ങളുടെ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറിൻ്റെ അടയാളം കാണും. കാർട്ടൂൺ കാണിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചോ ദഹനരസമില്ല. 9ാം വയസ്സിൽ കുടലിൽ അൾസറുള്ള കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങൾ മാറും. കുഞ്ഞുങ്ങൾ കരഞ്ഞാലും പിടിക്കേണ്ട സമയത്ത് പിടിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം. ഭൗതിക വിദ്യാഭ്യാസം. 2, ആത്മീയ വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങൾ വചനം കാണാപ്പാഠം പറഞ്ഞു പഠിക്കണം. സഭയുടെ പരമ്പരാഗത പ്രാർത്ഥനയും ഭക്തിഗാനങ്ങളും കുഞ്ഞുങ്ങൾ ആലപിക്കണം. മുലപ്പാലിൻ്റെ കൂട്ടത്തിൽ സഭയുടെ മൂല്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം. ആത്മീയ വിദ്യാഭ്യാസം. 3, സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. ഇന്ന് ആണും പെണ്ണും അല്ലെങ്കിൽ ലിവിങ് ടുഗദറൊക്കെ ഓക്കെ എന്ന് പറയുന്നിടത്ത് ഒരാണിൻ്റെ ദേഹത്ത് ദൈവം അപ്പനാക്കാൻ പറ്റുന്ന മാറ്റം 10 വയസ്സുള്ള ആൺകുട്ടിക്ക് അപ്പം പറഞ്ഞു കൊടുക്കണം. അറിയത്തില്ലേ? ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് അതിൻ്റെ പുസ്തകം ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് ആ പുസ്തകം മേടിച്ചു കൊടുക്കണം. 10 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരു പെണ്ണിൻ്റെ ദേഹത്ത് ദൈവം വരുന്ന മാറ്റം അമ്മ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് ആ പുസ്തകം മേടിച്ചു കൊടുക്കണം. ഇന്ന് പിള്ളേർക്ക് ആകാംക്ഷയുടെ കാലമല്ലേ? 40 വയസ്സുള്ള ഭർത്താവും 38കാരി ഭാര്യയും കൂടി രാത്രി 11 മണിക്ക് ടി വിയിൽ ഇങ്ങനെ കാണുക. ആ സമയത്താണ് പാഷൻ പരേഡ്. ഭൂമിയിൽ ഒരു ഷേപ്പും ഇല്ലാത്ത കുറേ പേക്കോലങ്ങൾ ഒലക്കം പോലെ ആടി വരുന്നു ചെരുപ്പ് വിട്ട്. ഇവർ തുറിച്ച് നോക്കുക. 8 വയസ്സുള്ള മോനും നോക്കി. അമ്മ ചോദിച്ചു, എന്നാടാ നോക്കുന്നത്? നിങ്ങളെന്നാ കാണുന്നതെന്ന് ഞാനും ഒന്ന് കാണുക. അമ്മ പറഞ്ഞു, ഞങ്ങളൊന്നും കാണുകയല്ല. ലോകത്ത് തുണി കൊടുക്കാൻ കഴിവില്ലാത്ത പാവങ്ങളെ ഓർത്ത് മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുകയാണ്. മുംബൈ കിടന്നോളാൻ പറഞ്ഞു. അവൻ പോയി. 11:30 അത്രയും തുണിയില്ലാത്ത പുതിയത് വരും. അപ്പനും അമ്മയും തുറിച്ച് നോക്കി, അവന് ഒളിച്ചു നോക്കി. എന്നാടാ പിന്നെയും നോക്കുന്നത്? അല്ല, അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ലവരും ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാനും നോക്കുക. ഇപ്പം നമ്മളോട് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ. നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരായിത്തീരും? നാളത്തെ സഭ നമ്മുടെ മക്കളാണ്. നാളത്തെ ഭാരതം നമ്മുടെ മക്കളാണ്. നാളത്തെ ലോകം നമ്മുടെ മക്കളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാകുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? അതുകൊണ്ടാണ് ഓരോ കുഞ്ഞിനെയും തൊട്ടിയിലിട്ട് അമ്മ താരാട്ട് പാടും. താരാട്ട് വെറും ലല്ലവി പല്ലവി ഈരടിയല്ല. അമ്മ കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ദൈവത്തോട് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. രാരോ രാരീരാരോ. ഒരാൺകുട്ടിയെ തൊട്ടിൽ അമ്മ ചോദിക്കുക, ദൈവമേ ഇവൻ പട്ടാളക്കാരനാവുമോ, എഞ്ചിനീയറാവുമോ, ഡോക്ടറാവുമോ, ബാങ്ക് മാനേജരാവുമോ, അതോ വീരപ്പനാവുമോ, ശിവരസനാവുമോ, ഒസാമ ബിൻ ലാദനാവുമോ? ഇതാരോ. ഒരു പെൺകുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് ഇവൾ ആരീരാരോ. ബാങ്ക് മാനേജരാവുമോ, മിലിറ്ററി നേഴ്സാവുമോ, ടീച്ചറാവുമോ, അതോ ലേഡി ഡോക്ടറാവുമോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാവുമോ?
ഊർജ്ജതന്ത്രക്കാരി സരിത നായരാകുമോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷ് ആകുമോ, അതോ ജ്യൂസുകാരി രീഷ്മയാകുമോ, ഇതാരോ ഒരു പിടിയുമില്ല. ഈ മക്കൾക്ക് 3 വിദ്യാഭ്യാസം: ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയവിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ. ഇത് കൊടുക്കുക. കൊല്ലരുത്, വളരാൻ അനുവദിക്കുക. 6 വ്യഭിചാരം ചെയ്യൽ. അതിൻ്റെ അർത്ഥം എന്താ? ഏതോ പെണ്ണിൻ്റെ പുറകെ ഓടിയെന്നല്ല, ആണിനെ തേടിയെന്നല്ല. വിവാഹം കഴിച്ചാൽ പിന്നെ കിട്ടിയ പുരുഷൻ, കിട്ടിയ സ്ത്രീ മറ്റൊന്നിനെ ഓർക്കരുത്. വിവാഹത്തിന് മുമ്പ് ആണുങ്ങൾക്ക് സ്വപ്നം, പെണ്ണുങ്ങൾക്ക് സ്വപ്നം. എന്നെ കെട്ടുന്ന പുരുഷൻ മമ്മൂട്ടിയുടെ മസിൽ, മോഹൻലാലിൻ്റെ ചെരിഞ്ഞു നടപ്പ്, ഉണ്ണിമുഖത്തിൻ്റെ കൊഴുത്ത ശരീരം, പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ, ഇതൊക്കെ വേണം. ദൈവം തന്നത് കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാൾ കിട്ടിക്കഴിഞ്ഞ് പിന്നെ കട്ടിമീശ ഓർത്താൽ അതിൻ്റെ പേരാണ് വ്യഭിചാരം. വ്യഭിചാരം. ആണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90കളിലെ കാവ്യമാധവൻ്റെ കണ്ണ്, 2000-ലെ സമദാസിൻ്റെ കോമ്പല്ല്, ഇതൊക്കെ വേണം. ദൈവം തന്നത് ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ കിട്ടിയോ കിട്ടിയ ആൾ അപ്പുറത്തേക്കില്ല, കിട്ടിയ ആൾ അപ്പുറത്തേക്കില്ല. ഞാൻ ഒരിക്കലും ധ്യാനത്തിൽ പറഞ്ഞു, അബ്രഹാമിന് മക്കളുണ്ടാകഞ്ഞപ്പോൾ അബ്രഹാം ഭാര്യയെ വിട്ട് ദാസിയായ ഹാഗാറിൻ്റെ പുറകെ പോയി. അത് എന്നുവെച്ച് ഞാൻ പറഞ്ഞു, അന്നത്തെ നിയമം ഇതാണ്, ആ രാജ്യത്തിൻ്റെ നിയമം, സ്വന്തം ഭാര്യയിൽ മക്കളില്ലാത്ത ഭർത്താവിന് വേലക്കാരിയിൽ മക്കളെ ജനിപ്പിച്ച് വംശം നിലനിർത്താം. അത് രാജ്യത്തിൻ്റെ നിയമം, അത് മതത്തിൻ്റെ നിയമം. കൂലിക്കാരി പറ്റിയല്ല. കൂലിക്കാരി രാവിലെ 8 മണിക്ക് പണിയാൻ വന്നു, വൈകിട്ട് 5-ന് തീറ്റു പോകുന്നവൾ കൂലിക്കാരി. വീട്ടിൽ നിന്ന് പണിയുന്ന വേലക്കാരി, അവിടെ മക്കളെ ജനിപ്പിക്കാം. ഇത് കേട്ടപാടെ 75 വയസ്സ് പ്രായമുള്ള ഒരു അങ്കിള് ചോദിച്ചു, ജോസഫച്ച, ആ രാജ്യം ഇപ്പോഴും ഉണ്ടോ? വിസ കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരിടത്തും തൃപ്തിയില്ലാതെയാണ്. ഇവിടെയാണ് ദൈവം ആരെ തന്നു? തന്ന ആളെ കൊണ്ട് സന്തോഷം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. വ്യഭിചാരം ചെയ്യൽ. 7 കള്ളസാക്ഷ്യം പറയൽ. ഒരിക്കലും ഒരപ്പൻ അമ്മ ചുമ്മാ വാർത്ത പ്രചരിപ്പിക്കരുത്. TV വാർത്ത ഷെയർ ചെയ്യാം, ഇന്ന് വാട്സപ്പ് മെസ്സേജുകൾ ഷെയർ ചെയ്യരുത്. കാരണം ഏത് കള്ളനും നുണയനും എന്ത് വാർത്തയും വാട്സപ്പിൽ വിടാം. പിന്നെ അറിയുന്നു ഇതൊന്നും സത്യമല്ല എന്ന രീതിയിൽ. ഇതൊന്നും സത്യമല്ല. അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇന്നസെൻ്റ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ 2 പ്രാവശ്യം മരിച്ചെന്ന് വാട്സപ്പിൽ ഞാൻ വായിച്ചതാണ്. എസ് ജാനി എന്ന ജാനകിയമ്മ മരിച്ചെന്ന് 2 പ്രാവശ്യം വാർത്ത വന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെ കിട്ടുന്നൊന്നും ഷെയർ ചെയ്യല്ല. അത് കള്ളസാക്ഷ്യമാണ്, അത് തെറ്റാണ്, കുടുംബത്തിൽ അനുഗ്രഹം വരികയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല പണിയുള്ളവന് തംസപ്പ്, ചെറിയ പണിയുള്ളവന് സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. അപ്പം ചുമ്മാ ഈ ചന്തക്കൂട്ടം പോലെ അതും ഇതും അയച്ചുകൊണ്ടിരിക്കല്. ഒരു കൺട്രോളും പഠിത്തവും നമുക്ക് വേണം. ദൈവനാമം ഇതാ പ്രയോഗിക്കരുത്, മനുഷ്യൻ്റെ നാമം നശിപ്പിക്കരുത്. 8 മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുത്? അർഹതയില്ലാത്ത 100 രൂപ പെരയ്ക്കകത്ത് തരുത്. 100 രൂപയുണ്ടോ, എന്നെ വേർപ്പിൻ്റെ ഫലമായിരിക്കണം. വഞ്ചിച്ച് കളിപ്പിച്ചതൊന്നും വേർക്കാത്തതൊന്നും വീട്ടിൽ വെക്കരുത്. വേർക്കാതെ നേടിയോ അതിന് പറയും മോഷണം. 9 അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോട്. പെണ്ണുങ്ങളോടോ കൂട്ടുകാരിയുടെ കെട്ടിയവനെ ദാഹിക്കരുത്. ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടി ഓർക്കരുത്. ഞാൻ കൊട്ടാരക്കര നിൽക്കുന്നു, കോട്ടയത്തിനും പോകണം, അതേസമയം തിരുവനന്തപുരത്തിനും പോകണം. ആദ്യം കോട്ടയം വണ്ടി കിട്ടി. കിട്ടുമ്പോഴേ ഓർക്കുക, തിരുവനന്തപുരം വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് ആയൂര് കാണാം, ചടയമംഗലം കാണാം, തട്ടത്തുമല കാണാം, കിളിമാനൂർ കാണാം, മഞ്ഞാറമൂട് കാണാം, ബെമ്പായം കാണാം, കേശവദാസപുരം കാണാം. ഓർക്കരുത്. കോട്ടയം വണ്ടിയെ കയറുമ്പോൾ മുതൽ ഞാൻ ആസ്വദിക്കണം. അടൂരുണ്ട്, പന്തളമുണ്ട്, ചെങ്ങന്നൂരുണ്ട്, തിരുവല്ല ഉണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്. ആസ്വദിക്കണം. ഞാൻ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് 33 വർഷം. ഞാൻ ഓർക്കുക, കല്യാണ വണ്ടിയായിരുന്നു അല്പം കൂടെ നല്ല വണ്ടി. വീട് കണ്ടതിനെയും കോഴി കണ്ടതിനെയും കാറ് കണ്ടതിനെയും ഓർക്കരുത്. ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ എന്ന് ഓർക്കുമ്പോൾ എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ കത്ത്, അച്ഛാ, അപ്പനായവർ ഇനിയും അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? അവൻ്റെ വണ്ടി എടുത്തു. എവിടെയാണോ അത് സന്തോഷമായിട്ടിരിക്കുക. ഞാൻ കുറച്ച് നാൾ മുമ്പ് മാന്നാറിൽ പോയി പരിമല കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറിനെ കണ്ട്. പണ്ടെന്നെ പഠിപ്പിച്ച സാറ, നല്ല പ്രായമായിട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛനെ കാണാൻ ഞാൻ ഇരിക്കുക. എന്താ ഒരു സംശയം ചോദിക്കാൻ? എന്നാന്ന് ചോദിച്ചു. എൻ്റെ അച്ഛനായി കഴിഞ്ഞ് എന്നേലും അച്ഛന് പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്, വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞേ, ഒരു 3 വർഷം മുമ്പ് അടുപ്പിച്ചൊരു ദിവസം 3 പ്രാവശ്യം
ഇന്ന് തന്നെ കെട്ടണമെന്ന് എനിക്ക് തോന്നി. അതെന്താ? ധ്യാനിപ്പിച്ച് മടുത്തൊന്ന് തുണി അലക്കി കൈയുടെ ഓരം കഴിച്ചു കൂട്ടിയപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഈ സാറ് പറഞ്ഞു, പൊന്നച്ച ഒരിക്കലും ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ അച്ചു ഇത്രയും പ്രായമായാലും ഇന്നും എൻ്റെ ബെമ്പം നോക്കി അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ ഉറച്ചിരിക്കുക മറ്റൊന്ന് ഉറക്കാതിരിക്കുക. അവസാനിപ്പിക്കട്ടെ. 10, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? ആരുടെയോ വണ്ടിയോ വസ്തുവോ ആഗ്രഹിച്ചെന്നല്ല, ഉള്ളതിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിക്കണം. എവിടെയാണേലും 10 ലക്ഷത്തിന് കാറ് മേടിക്കാൻ കാശുള്ളവൻ ലോൺ എടുത്ത് 15ൻ്റെ മേടിക്കൽ. ആ 10 ലക്ഷത്തിൽ തന്നെ നിൽക്കണം. അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. അതാണ് സ്റ്റാൻഡേർഡ്. 15 ലക്ഷത്തിൻ്റെ ചെറിയ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ കഴിയുള്ളവൻ കടം മേടിച്ച് 30നെ മേടിക്കല്ലേ, പിന്നെ തെണ്ടി കുത്തുപാളി എടുക്കും. ദൈവം തന്ന സ്വത്തിൽ ഒതുങ്ങി ജീവിക്കണം. അല്ല നാളെ കിട്ടുന്ന ഉറപ്പണെങ്കിൽ മാത്രമേ ലോൺ പോലും എടുക്കാവൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കൽ, അച്ഛനായ എനിക്ക് കിട്ടുന്ന ചികിത്സ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു തർമ്മക്കാരൻ പ്രതീക്ഷിക്കരുത്. ഒരു ജീവിതാന്തസ്സുണ്ട്, അതിന് ചേർന്ന വിധത്തിൽ ഒതുങ്ങുക. അങ്ങനെ അനുഗ്രഹമുള്ള കുടുംബമായിട്ട് മാറുക. അപ്രകാരം കുടുംബം പോലെ വിശ്വാസത്തിൽ, തിരുകുടുംബം പോലെ പ്രാർത്ഥനയിൽ, ബഥനിയാലെ വീട് പോലെ വീണ്ടെടുപ്പിൽ, സക്കവസിന് വീട് പോലെ പശ്ചാത്താപത്തിൽ നമ്മുടെയും കുടുംബം കരുത്തുയർത്താം. ജൂബിലി പക്ഷത്തിൽ വിശുദ്ധിയുള്ള കുടുംബമായി നമുക്ക് വാർത്തെടുക്കാം. വിശുദ്ധ ജനമായി നമുക്ക് വളരാം. കാനായിൽ വിവാഹത്തെ ആശീർവദിച്ചവനും ഉടമ്പടി സ്ഥാപിച്ചവനുമായ ദൈവം ഉൽപ്പത്തിയിൽ ഉടമ്പടി ആരംഭിച്ചു. കുടുംബം വെളിപാടിൽ വീണ്ടും കുടുംബം, വീണ്ടെടുക്കപ്പെട്ട കുടുംബം. നമ്മുടെ കുടുംബം അതിലൊന്നാകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം. വന്നവനും വരുവാനുള്ളവനുമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൺവെൻഷൻ ഗീതങ്ങളിൽ 75-ാമത്തെ ഗീതം 75. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാഹന്ന ദൈവത്തെ ഇന്നുമെന്നും. എൻ ഗേഹം ദൈവത്തിൻ വാസസ്ഥലം ആരാധിച്ചിടുമാധന്യനാമം. എൻ ഗേഹം ദൈവത്തിൻ വാസസ്ഥലം ആരാധിച്ചിടുമാധന്യനാമം. അർപ്പിച്ചിടും എൻ സമസ്തവും സ്തോത്രത്തിൻ യാഗങ്ങളാൽ. അർപ്പിച്ചിടും എൻ സമസ്തവും യാഗങ്ങളാൽ. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാഹന്ന ദൈവത്തെ ഇന്നുമെന്നും. സന്തോഷ സന്താപവേളകളിൽ ഒന്നായാണയും തൻ സന്നിധിയിൽ. സന്തോഷ സന്താപവേളകളിൽ ഒന്നായാണയും തൻ സന്നിധിയിൽ. സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ. സ്നേഹിച്ചിടും ക്ഷമിച്ചിടും ടും തമ്മിൽ തമ്മിൽ. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാഹന്ന ദൈവത്തെ ഇന്നുമെന്നും. നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിലേവർക്കും പങ്കുവയ്ക്കും.
നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിലേവർക്കും പങ്കുവയ്ക്കും. ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും. ദുഃഖിതർക്കും പീഡിതർക്കും നന്മ ചെയ്യും. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും. യാഹന്ന ദൈവത്തെ എന്നുമെന്നും എന്നിൽ നിയുക്തമാം ദൈവായിഷ്ടം ആരാഞ്ഞറിഞ്ഞു ഞാൻ ജീവിച്ചിടും. എന്നിൽ നിയുക്തമാം ദൈവായിഷ്ടം ആരാഞ്ഞറിഞ്ഞു ഞാൻ ജീവിച്ചിടും. സത്യധർമ്മ നീതിമാർഗം നിത്യവും പിന്തുടരും. സത്യധർമ്മ നീതിമാർഗം നിത്യവും പിന്തുടരും. ഞാനും എനിക്കുള്ള സർവസ്വവും ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും. യാഹന്ന ദൈവത്തെ എന്നുമെന്നും. നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. പ്രത്യേകിച്ച് നമുക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള വചനം പങ്കുവച്ച പ്രിയപ്പെട്ട ഫാദർ ജോസഫ് പുതുപ്പരയ്ക്കൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഇടവകയുടെ നാമത്തിലും അറിയിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം അത് ഏറ്റവും അർത്ഥവത്തായിട്ട് നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഒരു ഉടമ്പടി ബന്ധമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ബലപ്പെടുത്തട്ടെ. അതിനാൽ ആവശ്യമായിട്ടുള്ള ആഹ്വാനം നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഇടവകയുടെ നാമത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട KC ജോർജ് അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് ഒരു അനുഗ്രഹമാണല്ലോ. അച്ഛനോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷ മലയാളത്തിൽ നടത്തപ്പെടുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ അതിൽ വന്ന് പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ വിലയേറിയ വചനമൊക്കെ കേൾപ്പാനായിട്ട് അവിടുന്ന് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് വചനം പങ്കുവച്ച പ്രിയപ്പെട്ട ജോസഫ് പുതുപ്പരയ്ക്കൽ അച്ഛനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രിയ ദാസനിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കേൾപ്പാനായിട്ട് നൽകിയ അവസരത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ എനിക്ക് മഹത്വം കരയേറ്റുന്നു. ദൈവമേ, നീ ആഗ്രഹിക്കുന്ന പ്രകാരം ഞങ്ങളുടെ കുടുംബജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തുവാൻ തക്കോണം ഈ നാളുകളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ഈ ലോകത്തിൽ ഈ സമൂഹത്തിൽ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹിതം തിരിച്ചറിയുവാൻ അതെല്ലായ്പ്പോഴും നിറവേറ്റുവാൻ തക്കണം ദൈവമേ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. നിന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ, നിന്നെ കൂടുതൽ മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതം തലമുറകൾക്ക് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആദ്യയോട് അന്നം വരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ രാത്രി സുഖകരമായിട്ടുള്ള നിദ്ര നൽകണമേ. പുതിയ പ്രഭാതം കാണുവാൻ, എനിക്ക് ജീവിക്കുവാൻ, ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം ണമേ ആവശ്യമുള്ള ആഹാരം തരണമേ. അക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ക്രോശിപ്പിക്കാതെ ഞങ്ങളുടെ ദോഷം രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഏക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ,
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ കൂടി എല്ലാവരുടെ മേലും ഉണ്ടായിരുന്ന നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ മക്കളായി പ്രകാശിക്കുവാൻ കൃപ നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.